അപ്പൊ ഈ വിശുദ്ധരെന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും പാപത്തിന്റെ സാധനങ്ങൾ അവർക്ക് കാണും അവർ മരിക്കുന്ന സമയത്തും, അതോ പൂർണ്ണ വിശുദ്ധരായിട്ടാണ് അവർ മരിക്കുന്നത്? പൂർണ്ണ വിശുദ്ധി അത് ദൈവത്തിനാണല്ലോ പൂർണ്ണ വിശുദ്ധി ഉള്ളതേ. നമ്മൾ നേരെ ശ്രമിച്ചാൽ ഈ പൂർണ്ണ വിശുദ്ധി എന്ന് പറയുന്നതിലേക്ക് ആകാന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന വാസ്തവം പറഞ്ഞ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി എന്താണെന്ന് അതൊരു ശരീരം, ഇപ്പം ഈശോ പറയുക ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന് ഈ മനുഷ്യാവതാരം ചെയ്ത് ഈശോ പറഞ്ഞിരുന്നെങ്കിൽ അത് ശരീരത്തിൻ്റെയും കൂടെ ഒരു പരിശുദ്ധിയാണല്ലോ. അതെ, പക്ഷെ നമ്മളെ ശരിക്കും ബൈബിൾ അനുസരിച്ച് വിളിച്ചിരിക്കുന്നത് പിതാവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധനായിരിക്കാൻ. ദൈവപിതാവിന് ശരീരമില്ലല്ലോ. അപ്പം അന്നേരം അത് ആ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മളിപ്പം പറയുന്നത് നമ്മൾ ഈ പ്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ആ ശരീരത്തിൻ്റെയും കൂടെ കൂടിയുള്ള പരിശുദ്ധിയില്ലേ, അതല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധിയാണ്. അതാ പൗലോസിലേ എഴുതുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കാനേ. ദൈവത്തിൻ്റെ പരിശുദ്ധി സ്നേഹത്തിലുള്ള പരിശുദ്ധിയാണ്. അത് ആത്മാവിൻ്റെ. അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വഴി നമ്മൾ പാലിച്ച് ആദ്യം ഒന്ന് ആർജിച്ച് പിന്നെ പാലിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധി, അത് ഈ നമ്മൾ ദൈവിക പരിശുദ്ധിയായിട്ട് നോക്കുമ്പോൾ ഒന്നുമല്ല, അങ്ങ് അകലെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മളിങ്ങനെ പോകുന്ന നമുക്ക് എബ്രാലേഖനം പറയുന്നത് നമ്മൾ ആ ദൈവത്തിൻ്റെ ഹോളിനെസ്സിൽ നമ്മൾ പാർട്ടിസിപ്പേഷൻ കിട്ടുമെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ പോയി കഴിയുമ്പം നമുക്ക് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി തന്നെ നമുക്ക് പാർട്ടിസിപ്പേഷൻ കിട്ടും. അങ്ങോട്ട് പോകുന്നത് ഒരു കുഞ്ഞു പോക്കേ ഉള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന്. പക്ഷെ ആ കുഞ്ഞു പോക്ക് പോകണം. പോയി കഴിയുമ്പോൾ ദൈവം ഇങ്ങോട്ട്, അതായത് ഇപ്പോൾ ഒരു ഓസ്തി ഒരു കുഞ്ഞും ഇതല്ലേ, ഒരു ഗോതമ്പപ്പം, അതങ്ങോട്ട് ഉള്ളൊരു പോക്കിൽ പോയി അത് കുർബാനയിൽ ആയി കഴിയുമ്പോൾ കുദാശ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ദൈവമായിട്ട് മാറുമല്ലേ. അത്രയും അത് ആ ഗോതമ്പപ്പത്തിന് ഇങ്ങനെ കിട്ടുമല്ലേ, ഗോതമ്പപ്പത്തിലേക്ക് വരുമല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധി അത് ഊഹിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഈ ഒരു ഓസ്തി ദൈവമായി മാറുന്നത് പോലത്തെ ആ ഒരു ഒന്നിൽ നമുക്ക് ആ പരിശുദ്ധി ഇങ്ങ് കിട്ടുക, നമുക്ക് തരുക ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് എബ്രാലേഖനത്തിൽ. ഒറ്റ പരിശുദ്ധിയേ ഉള്ളൂ, അല്ല വേറെ ഒരു പരിശുദ്ധിയല്ല. ആ പരിശുദ്ധിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മളെ, അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കോളും. അതൊരു വലിയ മഹിമയാണ്. അതെ, മഹിമ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എസ്തേർ ഒരു യഹൂദ പെങ്കൊച്ചായിരുന്നല്ലോ. എസ്തേറിൻ്റെ പുസ്തകം വായിച്ചിട്ട് കാണുമോ? എസ്തേർ എന്ന് പറഞ്ഞൊരു അറിയാമല്ലോ. എസ്തേർ ഒരു യഹൂദ അവിടുത്തെ ഒരു സാധാ പെങ്കൊച്ചായിരുന്നു. പക്ഷെ അവളുടെ ആ രാജാവ് പുതിയ രാജ്ഞിയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ എല്ലാവരും കൂടെ കണ്ടുമുട്ടിയത് എസ്തേറിനെയാണ്. എസ്തേർ ഒരു സാധാ പെങ്കൊച്ചല്ലേ. ഈ എസ്തേറിനെ തിരഞ്ഞെടുത്തേച്ച് അന്നേരം രാജ്ഞിയായിട്ട് രാജാവ് സ്വീകരിക്കുന്നൊന്നുമില്ല. എസ്തേറിന് രാജ്ഞിയാകാനുള്ള വലിയ ഒരു ഫോർമേഷൻ കൊടുക്കുക, കുറേ നാളത്തെ, എനിക്കൊന്ന് വർഷങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ ഫോർമേഷൻ കൊടുത്തിട്ട് ആണ് രാജാവ് ഇവളെ എസ്തേറിനെ രാജ്ഞിയായിട്ട് സ്വീകരിക്കുന്നത്. സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എസ്തേർ രാജ്യത്തിന് മുഴുവൻ ഇതിലേക്ക് വരുമല്ലേ. അതുവരെ വെറുതെ ഒരു കൊച്ചായിരുന്നു. അപ്പോൾ അന്നേരത്തേനും എസ്തേറിന് ഭയങ്കര ഇതായില്ലേ, ആ രാജ്യത്തിൻ്റെ രാജ്ഞിയുടെ പ്രൗഢിയിലേക്ക് വരുമല്ലേ. സാധാ ഒരു പെങ്കൊച്ച് കണ്ടോ, പെട്ടെന്ന് അങ്ങ് കയറിപ്പോകുന്ന പോക്ക് കണ്ടോ. അന്നേരം പിന്നെ ഇന്ത്യ പോലും ആ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ പോലും മേഖലയിലേക്ക് എസ്തേറിൻ്റെ ആ രാജ്ഞി പദവി വരുമല്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഒരുങ്ങി ഒരു ദൈവമേ നമുക്ക് ആ ദൈവത്തിൻ്റെ പരിശുദ്ധി തരുമ്പോൾ നമ്മൾ ആ വലിയ റേഞ്ചിലേക്ക് പിന്നെ ആവുക പരിശുദ്ധിയുടെ മേഖലയിലുവേ. അത് നമുക്കിപ്പം വാക്കുകൊണ്ട് അത് ഒരു ഈ ഓസ്തിയുടെയും ഈ എസ്തേറിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതേ. നമ്മളങ്ങോട്ടൊരു കുഞ്ഞു പോക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി തരുന്നു, ദൈവത്തിൻ്റെ മഹത്വം തരുന്നു, ദൈവത്തിൻ്റെ പ്രകൃതം തരുന്നു.
ദൈവത്തിൻ്റെ ജീവൻ്റെ സമൃദ്ധി തരുന്നു. അങ്ങനെ എല്ലാം തരുക. അത്രയും വചനത്തിൽ ഇതെല്ലാം ഇഷ്ടംപോലെ കിടക്കുക കേട്ടോ. നമുക്ക് ദൈവിക മഹത്വം തന്നെ നമുക്ക് തരുമെന്ന് എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നതെന്നറിയോ? അതേ മഹത്വം ദൈവത്തിൻ്റെ തന്നെ, ഈശോയുടെ മഹത്വം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ തന്നെ നിത്യമഹത്വം നമുക്ക് തരുമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രകൃതം തരുമെന്ന് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധി പങ്കെടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം പാർട്ടിസിപ്പേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ തരുമല്ല. ആ ഒരൊറ്റ മഹത്വത്തിലേക്ക് നമ്മൾ പിന്നെ പങ്കെടുക്കുവാണേ. നമ്മൾ കയറിയിട്ടേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പോക്കുകൾ നമ്മളങ്ങ് നല്ലപോലെ നടത്തിയാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഇതാ. പോയാൽ നഷ്ടപ്പെടുന്നതും അതുപോലെ വലിയ റേഞ്ചിൽ നിന്ന്. അതൊക്കെ ഹവായുടെയൊക്കെ പാവം വഴി നമുക്ക് നഷ്ടപ്പെട്ടത് വലിയ ഒരെണ്ണമല്ലേ. അതിൻ്റെ ആഫ്റ്റർമാത്തുകളാണല്ലോ ഇപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന പാവത്തിൻ്റെ പെരുക്കങ്ങളും എല്ലാ നെഗറ്റീവായിട്ടുള്ളത് മുഴുവൻ അതിൻ്റെ ഒരു പുരോഗമനത്തിലുണ്ടായതാണ്. ധൂർത്തൂത്തറിന് തിരിച്ചു വന്നപ്പോൾ അങ്ങനെയല്ലേ? ധൂർത്തൂത്തറിനെ അതൊരു പാപിയുടെ തിരിച്ചുവരവാണല്ലോ. തിരിച്ചു വന്നപ്പം ധൂർത്തൂത്തറിനെല്ലാം കൊടുക്കുമല്ലേ. നമ്മുടെ ഒരു തിരിച്ചുവരവ് മാത്രമേ നമ്മൾ നടത്തുന്നുള്ളെങ്കിലും പിന്നെ സ്വീകരിക്കപ്പെടുന്നതെല്ലാം പുത്രത്വത്തിലേക്കും അങ്ങനെ വസ്ത്രം തരുക. അതൊക്കെ ബ്രിങ് ദ ബെസ്റ്റ് ക്ലോത്ത് എന്നാണ് പറയുന്നത് ഈ അപ്പനെ. അത് ഈശോയെ തന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഈശോയെ ലേഖനങ്ങളിലേക്ക് വരുമ്പം ക്രിസ്തുവിനെ ധരിക്കാൻ പറയുന്നില്ലേ? അപ്പോൾ ഈശോയെ ധരിപ്പിക്കുക. അത് നമുക്ക് തരുന്ന ഈശോയെ തന്നെ ഈശോയെ പോലെ തന്നെ ആക്കുന്നതാണ്. അങ്ങനെ ആ പുത്രനുള്ള കാലയിൽ ചെരുപ്പണിയിക്കുന്നൊക്കെ ആ പുത്ര മഹത്വത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുക. നമ്മൾ വാസ്തവം പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നത് ഒരു ദാസനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് അന്നേരം അവിടെ വീട്ടിലെ നമ്മുടെ ഭൂമിയിലെ വീട്ടിലെ ചിന്തിക്കുമ്പോൾ അവിടുത്തെ ഒരു പണിക്കാരനെ പോലെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നതെങ്കിലും ഉപമ ഈശോ ആണല്ലോ പറഞ്ഞത്. ഉപമ നിത്യതയിലേക്ക് റെഫർ ചെയ്തുകൊണ്ടാണല്ലോ പറഞ്ഞതേ. അപ്പം അത് മാലാഖമാര് ആണ് ഈ ദാസരെ. മാലാഖമാരുടെ ഒരു അവസ്ഥയിലേക്കെങ്കിലും സ്വീകരിക്കണമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം നമ്മുടെ ആത്മാവ് നല്ലൊരു നോക്കി നമ്മൾ പരിശുദ്ധൻ പരിശുദ്ധൻ പാടാനായിട്ട് സ്വർഗത്തിൽ പോകുന്ന പോലെയല്ല നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും. ഒരു ദൈവദർശനത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും മനസ്സിൽ അങ്ങനെ പറഞ്ഞും കേട്ടുമായിട്ടേ. പക്ഷെ അങ്ങനെയല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധനായിരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടാനല്ലല്ലോ. അപ്പം മക്കളായി കഴിയുമ്പം പിന്നെ പരിശുദ്ധൻ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അതെ, അല്ലാത്തപ്പോഴാണ് നമ്മൾ അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്നത്. മക്കളായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ മക്കളല്ലേ ഒരൊറ്റ. അപ്പം അന്നേരം ആ മലാഹ സ്റ്റേറ്റൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ദൈവത്തിൻ്റെ തന്നെ ആ പരിശുദ്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മക്കളാണല്ലോ. മക്കൾക്ക് പിന്നെ നമുക്ക് ശരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമേ അങ്ങനെ ഒരു മനസ്സിലാക്കലിന് വേണ്ടി പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നമുക്കങ്ങനെ പിന്നെ പറയാനോ ഒക്കെ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ലേ. ഇപ്പം ജോസ് കെ മാണി അപ്പനെ വിളിക്കുന്ന മാണി സാറെന്നല്ലേ പുള്ളി പറയുമ്പോഴൊക്കെ. മാണി സാറെന്ന് പുള്ളി പറയുമ്പോഴും അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പറയുന്നതല്ലേ ഉള്ളൂ. പുള്ളി മകനാണല്ലോ അല്ലേ. പുള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത്, മണി സാറെന്നാണ് പറയുന്നത് എപ്പോഴും അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയാ പറയുന്നത്. പക്ഷെ അത് പുള്ളി അത് മീൻ ചെയ്യുന്നില്ല അങ്ങനെ.
പറയാം ഈശോ മറ്റേ പ്രവർത്തിച്ചതിനെ പറ്റി പറയാമോ? മറ്റേ പാനപാത്രം കടന്നു പോട്ടെന്നല്ലേ? അതെ, പഴയ നിയമമൊക്കെ ആയിട്ട് കുറേ കൂടെ റെഫർ ചെയ്ത് ഞാൻ പിന്നെ ഒന്ന് പറയാൻ നോക്കാം ഇപ്പം അത്യാവശ്യമേ. കാരണം പഴയ നിയമത്തിലൊക്കെ ഇതിനെക്കുറിച്ച് റെഫറിങ് ഈ പാനപാത്രത്തെക്കുറിച്ചൊക്കെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുടിക്ക് മാത്രമല്ലേ, അതൊരു രാജ്യമൊക്കെ ആയിട്ടുള്ള വലിയ റിലേഷനുണ്ട്. ഈ പാനപാത്രം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതേ, അത് ഞാൻ വായിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് നല്ലപോലെ നോട്ട് ചെയ്തില്ലേ, ജെറമ്യ പ്രവചനങ്ങളിൽ അതുണ്ടേ. അന്നേരം അത് ശരിക്കും അത് കടന്നു പോകട്ടെ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് പഴയ നിയമം കൂടെ നല്ലപോലെ റെഫർ ചെയ്താലേ അതിൻ്റെ കൃത്യം പാനപാത്രമൊക്കെ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പം അത് നമുക്ക് ഈ സഹനവേ ഈശോ അങ്ങനെ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹനം ആസച്ച് സഹനം സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ. ഈശോ അത് പഠിപ്പിക്കുന്നത് ഈ കുരിശുമരണം എന്ന് പറയുന്ന ആ സഹനം ചുമ്മാ സഹനം സ്വീകരിക്കാൻ വേണ്ടി അല്ല സ്വീകരിച്ചത്. ഈ സഹനം ദൈവഹിതമായതുകൊണ്ട് സ്വീകരിക്കുക. അങ്ങനെ ഒരു ബ്രേക്കിംഗ് ഈശോ തരുന്നുണ്ടേ. നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു രോഗം വന്നു, ഈ രോഗം പിശാചിന്റെ ഇതുവഴിയാ വന്നെങ്കിൽ അത് നമ്മൾ സഹിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇത് നമുക്ക് സഹിക്കാം, ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഈ രോഗം സഹിക്കേണ്ട നിർബന്ധമില്ല, അതൊരു ചികിത്സിക്കുവോ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു പഠിപ്പീരും ഈശോയ്ക്ക് നടത്തണമല്ലോ നമുക്ക് വേണ്ടി. അങ്ങനെയുണ്ട്. പിന്നെ ഈശോ പറയുന്നത് ഈ ഗെത്സമനിയിൽ ഞാൻ ഈ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ വേണ്ടി സഹിക്കാൻ മാത്രമല്ല മരിക്കാനും സന്നദ്ധമാണെന്നും കൂടെ ഉള്ളൊരു വെളിപ്പെടുത്തലാതെ അത്രയും ഹൈസ്റ്റിലേക്ക് അതിനെ ഇടുന്നുണ്ടേ. അത് എനിക്ക് ഏറ്റവും കിട്ടിയൊരു പാഠം അതാണ്. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ഗെത്സമനിയിൽ നിന്നുള്ള ഈശോയുടെ പാഠം എന്ന് പറയുന്നത് സഹിക്കാൻ മാത്രമല്ല, ഞാൻ മരിക്കാനും സന്നദ്ധമാണെന്ന് പിതാവിനെ അറിയിക്കുന്ന ഒരു ഇതാ. അങ്ങനെ അത്രയും ഹൈറ്റിലേക്ക് ദൈവഹിതവും പിതാവിൻ്റെ ഹിതവും പുത്രൻ്റെ ഹിതവും കൂടെ ഐക്യപ്പെടുന്നതിൻ്റെ ഒരു നിമിഷവും കൂടെ അതെ. അത് നമുക്കത് ആ ബന്ധത്തിൽ നോക്കുമ്പോഴേ കാണത്തുള്ളേ. സാലസ്മോനിയാളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ദൈവഹിതം ആദ്യ സ്റ്റേജിലൊക്കെ നമുക്ക് ദൈവത്തോട് നല്ല റിലേഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ദൈവഹിതം അനുസരിക്കുക എന്നുള്ള ഒരവസ്ഥ പോലെ നമുക്ക് തോന്നുന്നേ. ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡാ നമ്മൾ എന്തോ ഇപ്പോഴത്തെ അവസ്ഥയെ. പക്ഷെ നല്ല അവസ്ഥ വന്നു കഴിയുമ്പോൾ ദൈവഹിതം നമ്മൾ അനുസരിക്കുകയല്ല, ദൈവഹിതത്തോട് നമ്മൾ ഐക്യപ്പെടുക എന്ന് രണ്ടും ഇല്ല. അത് തന്നെ അപ്പായുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം. മറ്റേ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി അനുസരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടിയുള്ളൊരു അവസ്ഥയാണല്ലോ. ഒരു രണ്ടു പോലെയല്ലേ കിടക്കുന്നത്. എനിക്ക് എന്റേതായ ഹിതമുണ്ട്, ദൈവഹിതവും വേറെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനോട് ഐക്യപ്പെടുക പിതാവിന്റെ ഇഷ്ടത്തോടെ. നമ്മൾ നമ്മുടേതായിട്ട് ഒന്നും വെക്കുന്നില്ല. നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഹിതങ്ങളില്ല. ഇല്ല, ഐക്യമോ പിന്നെ ഒന്നാ. അങ്ങനെ ഒരു ഇപ്പത്തെ അവസ്ഥയിലാണെ നമ്മള് ഭാരപ്പെട്ട് ഒബീഡിയൻസ് ചെയ്യുമല്ലേ. ദൈവഹിതമാണെന്ന് നമ്മള് കണക്കൂട്ടി വെക്കുന്ന പലതും തെറ്റാറുണ്ട്. അതെ 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 അതെ. അപ്പൊ അന്നേരം അങ്ങനെ ഒരു രണ്ട് വ്യത്യാസം ഇല്ല, ഒന്നാകുവാണേ. ഒന്നായി കഴിയുമ്പോൾ നമുക്കത് പ്രശ്നമില്ലല്ലോ. അത് ഐക്യത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം നമ്മൾ ശരിക്കും ഒരു വിശുദ്ധിയുടെ ലെവലിലോട്ട് വരികയല്ലേ. പിന്നെ നമ്മൾ ഒരുപാട് നാള് ഇങ്ങനെയും കേട്ടിട്ടുണ്ടേ. അതായത് അങ്ങനത്തെ ഒരു ഐക്യത്തിലോട്ട് വന്ന ആത്മാക്കളെ പിന്നെ ഒരു സ്വർഗീയ അനുഭവത്തിലോട്ട് വരുവാണല്ലോ. അപ്പൊ പിന്നെ ഭൂമിയിൽ അധികാരം കാണത്തില്ല, പിന്നെ നിത്യതയിലേക്ക് മരണം വഴി വിളിക്കണമെന്നില്ലേ. നമ്മള് വേറൊരു ഇതിലേക്ക് അങ്ങ് മാറുവാണേ. വാസ്തവം പറഞ്ഞാൽ നിത്യജീവൻ പോലും അങ്ങനെയാ. നമ്മൾ ഈ ആഫ്റ്റർ മരണാനന്തരം എന്നുള്ളൊരു നമ്മൾ കേട്ടും പറഞ്ഞും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്രതിഭ, എന്നതാ ഒരു തരം ഒരു അവസ്ഥയാണ്. അതെ, ശരിക്കും അങ്ങനെയല്ല. ഇപ്പം തുടങ്ങി തുടരേണ്ടതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പം പാവത്തോട് മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഈശോ കുരിശിലാണ് അത് ഈശോയിൽ സംഭവിച്ചതെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നടത്താം. ഇപ്പം തന്നെ പാവത്തോട് എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും അങ്ങ് ജീവിക്കാൻ തുടങ്ങിയാൽ മതി. അതൊരു ഒരൊറ്റ വ്യത്യാസം. അതെ, ഒരു നിമിഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു നിമിഷത്തിൽ തന്നെ നമ്മളങ്ങ് തീരുമാനിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെക്കുക എന്നുള്ളതേ. പിന്നെ ആ ദൈവത്തോട് ഐക്യപ്പെട്ട് നമ്മളങ്ങ് പോവുക. പിന്നെ നമുക്കതൊരു രണ്ടായിട്ട് നമുക്ക് തോന്നത്തേ ഇല്ല. അങ്ങനെ അത് ഭാരപ്പെടുത്തുന്നൊന്നുമല്ല, ഏറ്റവും മനോഹരമായല്ലേ. ഏറ്റവും മനോഹരവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതുമായിട്ടുള്ളതാണല്ലോ പിതാവിന്റെ ഇഷ്ടമേ.
അപ്പം അതിനോട് നമ്മൾ ആ ഒരൊറ്റ ഇതിലേക്ക് അങ്ങ് പ്രവേശിക്കുക. പിന്നെ ആ മാലാഖമാരോട് പ്രാർത്ഥിക്കാറുണ്ടോ? മാലാഖമാർ പിന്നെ അവരോട് കൂട്ടുകൂടിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ആ, ഞാനിവിടെ ഇങ്ങനെ മാലാഖമാരെ പറ്റി കേൾക്കുന്നേ. പക്ഷെ അതിനെക്കുറിച്ച് ഒത്തിരി അതിലേക്ക് അങ്ങനെ ഫോക്കസ് ആയി പോകാം. അങ്ങനെ പോകരുത്. അതൊക്കെ ഒത്തിരി ഇടത്ത് ഇങ്ങനെ അങ്ങനത്തെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഇപ്പം ഇങ്ങനെ മുളയെടുത്ത് വരുന്നുണ്ടേ. അതിലേക്കൊന്നും പോകരുത്. മാലാഖമാരോട് നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു ശരിയായ ഒരു റിലേഷണൽ അല്ലെങ്കിൽ ദൈവം സ്ഥാപിതമായിരിക്കുന്ന ഒരെണ്ണമുണ്ടേ. ചിലപ്പോൾ അതിലേക്കെല്ലാം ഒത്തിരി ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ആ ഇതും തെറ്റിപ്പോവുകയും. ഒരു ഭജനത്തിൽ ഇഷ്ടം പോലെ ഞാനോർത്തുകൊണ്ടിരുന്ന പഴയ നിയമത്തിലാണ് മാലാഖമാരെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. പുതിയ നിയമത്തിലാണ് കൂടുതൽ. അതിന്റെ നമ്പർ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ഇന്നാൾ ചോദിച്ചാന്ന് തോന്നുന്നു. എപ്പോഴോ പുതിയ നിയമത്തിലാ ഒത്തിരി ഉണ്ട്. പഴയ നിയമത്തിലെ ഞാൻ നമ്പർ എഴുതി വെച്ചു. നമ്മളും അങ്ങനെ, ഞാനും അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നേ. പക്ഷെ പുതിയ നിയമത്തിലാണ് ഒത്തിരി, ഒരു 100 താഴെ ഉള്ളു പഴയ നിയമത്തില്. പക്ഷെ പുതിയ നിയമത്തിൽ അതിൽ കൂടുതലാണ്. കുറേ നമ്പർ വ്യത്യാസമാണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പറയാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഈശോയ്ക്ക് തന്നെ ഈശോയുടെ ആദ്യ തുടക്കം തൊട്ടേ പഴയ നിയമത്തിൽ ഇത്രയും പേജുകളുണ്ടെങ്കിലും പുതിയ ഈശോയുടെ ജീവിതത്തിൽ തന്നെ എത്ര പ്രാവശ്യം മാലാഖമാരുടെ ഇടപെടലുണ്ടാകും. മാതാവിൻ്റെ അടുത്ത്, പിന്നെ അപ്പസ്തോല പ്രവർത്തനത്തിലൊക്കെ എത്ര, യോസേപ്പിതാവിന്റെ അടുത്ത്, എല്ലായിടത്തും മാലാഖയല്ലേ. യോസേപ്പിതാവിന്റെ അടുത്ത്, ഇവിടെ പ്രലോഭന സമയത്ത് അവസാനം ആശ്വസിപ്പിക്കാൻ ഒത്തിരി അടുത്തുണ്ട്. ഈശോ ഉയർത്തപ്പം എപ്പോഴും മാലാഖമാരല്ലേ, എപ്പോഴും മാലാഖമാരുടെ വലിയ സാന്നിധ്യമാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അങ്ങനെ അവർ ചോദിക്കുന്നില്ല എന്നാത്തിനും നോക്കി നിൽക്കുന്നത്, ഇവിടെ എല്ലാം മാലാഖയല്ലേ. ഗത്സമയം തോട്ടത്തിൽ ആശ്വസിപ്പിക്കാൻ വന്നത് അവിടെയുണ്ട്. ആശ്വസിപ്പിക്കുകയല്ല എന്ന് തോന്നുന്നു കേട്ടോ, ശക്തിപ്പെടുത്താൻ. ശക്തിപ്പെടുത്താൻ. അത് തമ്മിൽ വലിയ വ്യത്യാസം. അതെ, സഹനം സഹിക്കുമ്പോൾ നമ്മളിപ്പം നമ്മളെ കൂട്ടുകാരോട് ആണേലുവേ നമ്മൾ സാരമില്ലടാ എന്നൊക്കെ പറഞ്ഞ് സഹനത്തെ അങ്ങനെ ആശ്വസിപ്പിക്കാനല്ല നമ്മൾ ചെയ്യണ്ടേ. എടാ ഇത് ധൈര്യപൂർവ്വം സഹിക്ക്, ഇത് ദൈവത്തിന്റെ ശക്തിപ്പെടുത്തുക ചെയ്യണ്ടേ. ഇംഗ്ലീഷ് കിടക്കുന്ന വാക്കാണെന്നറിയോ ഈ സഹിക്കുന്നതിന്റെയോ? ആശ്വാസം അല്ല അവിടെ. അതെ അതെ, നമ്മൾ മനസ്സിലിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാ നമ്മളെ ചിന്തിക്കുന്നേ. അങ്ങനെയൊക്കെയാ നമ്മള്. അതല്ല, ഇത് ധീരമായിട്ട് ഇത് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ധൈര്യപ്പെടുത്തണ്ടേ. സാരമില്ല ജോണിയൊക്കെ, സാരമില്ല ജോണി, ഇതൊക്കെ മാറും, ഇച്ചിരി കഴിയുമ്പോൾ കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഞങ്ങൾ പറയുന്ന അവസാനം ഇങ്ങനെ കൂടി വന്ന് മരിച്ചു പോവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യപ്പെടുത്തുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളൊരു സെന്റൻസ് നല്ലപോലെ എഴുതിയിട്ടുണ്ടല്ലോ ജോണി, അത് ഓർക്കുന്നുണ്ടോ? അത് ദൈവം ആരെങ്കിലും ദൈവം ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹനം കൊടുക്കുമ്പോഴത്തേക്ക് അയാളോട് സഹതപിച്ച് അയാളെ ദുർബലപ്പെടുത്തുകയല്ല, പ്രാർത്ഥിച്ച് അയാളെ ശക്തിപ്പെടുത്തുക വേണ്ടെന്നേ. അതാണോ ശരിയോട് നല്ലല്ലേ അത് കൊടുക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം ഒരാൾക്കൊരു സഹനം സമ്മാനിക്കുമ്പം അയാളോട് സഹതപിച്ച് അയാളെ ദുർബലപ്പെടുത്തുകയല്ല, പ്രാർത്ഥിച്ചും മറ്റും അയാളെ ശക്തിപ്പെടുത്തുക വേണ്ട. ചിലരുണ്ട് നല്ലല്ലേ കിടക്കുന്നത്. അങ്ങനെയാ ശക്തിപ്പെടുത്തുന്നത്. ഈ നമ്മൾ ഈ സഹോദരി ചെയ്തില്ലേ ഇത് ചെയ്യുന്ന ഒത്തിരി വ്യത്യാസമാണ്. അതെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഹീറോയിക്കലി സഹിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് ഇത് ചെയ്യുന്നതേ ഭയങ്കര ഇതല്ലേ. എന്ന് പറഞ്ഞു. അതെ, ആ അമ്മ കാണിക്കുന്ന പോലെയൊക്കെ ധൈര്യപ്പെടുത്തുക. അല്ലാതെ സാരമില്ല മോനെ, ഇത് ലോകത്തിൽ എല്ലാവർക്കും ഒക്കെ വരുന്നതല്ലേ, നിനക്കും അങ്ങനെ വന്നതാ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കൂടെയൊക്കെ നല്ലപോലെ നമുക്ക് ആലോചിച്ചാൽ പറയാം. ഈ ആശ്വസിപ്പിക്കുന്ന രീതി അതുകൊണ്ട് വല്ല ആശ്വാസം ഉണ്ടാവും. അതെ അതെ അതെ.
ശക്തനും ധീരനുമായിരിക്കുക, പരിഭ്രമിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. ഈശോയെ. ഈ സഹനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയുന്നൊരു ഇതുണ്ടേ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സേവ് മീ ഫ്രം ദി സഫറിങ് എന്നല്ലേ, ഈ സഹനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നാണല്ലോ നമ്മൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാക്കിയിട്ട് ഫ്രം ദി സഫറിങ് എന്ന് മാറ്റിയിട്ടേ സേവ് മീ ത്രൂ ദി സഫറിങ് എന്നാക്കാവല്ലോ, അല്ലേ? ഈ സഹനം വഴി എന്നെ ഈ സഹനത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എത്രയോ ആത്മാവിലേക്കാവും. അങ്ങനെയുണ്ടേ. എന്നാൽ ഈ രക്ഷിക്കുക എന്നുള്ളതും ഇതിനും മഹത്വമായി. മറ്റല്ലെങ്കിൽ രക്ഷിക്കുക എന്ന് പറയുന്നത് ഈ സഹനത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള രക്ഷ തന്നെ അവിടെ ഇത് ദുർബലമായിട്ട് കിടക്കണല്ലോ. രക്ഷ എന്നുള്ള വാക്ക് തന്നെ മറ്റേതാകുമ്പോഴത്തേനും രണ്ടും ആവുമോ? സേവ് മീ ത്രൂ ദി സഫറിങ് എന്നല്ലേ. അന്നേരം ഇവിടെ ഈ സേവ് എന്ന് പറയുന്നത് ഇതാകുമോ, ആത്മാവിന്റെ മേഖലയാകുമോ? മറ്റേത് സേവ് മീ എന്നല്ലേ, ഈ സഹനത്തിൽ നിന്ന് രക്ഷിക്കാനാ പറയുന്നത്. എന്തോ വലിയാവും, എർത്തില് പെട്ടെന്ന് ഒറ്റ വാക്ക് മാറുന്നതുകൊണ്ട് ഇപ്പഴത്തെ ഇതിന് മാറ്റം ഉണ്ടാവുക. ഈ സേവ് എന്നുള്ള വാക്കിന് പോലും മാറ്റം ഉണ്ടാവുകയാണ്, സേവിങ്ങിനും മാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെയാ, രണ്ടിനും മാറ്റം ഉണ്ടാവുമല്ലേ. അല്ല, ജോൺ ബോൺ പാപ്പ പറയുന്നുണ്ട്, ഈ ഈശോ സഹനത്തെ അല്ല, സഹനം വഴി നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ഈശോ സഹനത്തെയും കൂടെ രക്ഷിച്ചെന്നേ. അതൊരു ഭയങ്കര ഇതല്ലേ. നമുക്ക് രക്ഷാകരമായി സഹിക്കാനുള്ള, ഈശോ അത് ഏറ്റെടുത്തതോടുകൂടിയേ രക്ഷാകരമായി സഹിക്കാനുള്ള ഇതുകൂടെ ആയില്ല നമുക്ക്. അങ്ങനെ സഹനത്തെ രക്ഷിച്ചെന്നാ പറഞ്ഞു. ഈശോയ്ക്ക് ശേഷമായിരിക്കും സഹനത്തിന് ഇങ്ങനത്തെ ഒരു മഹത്വം ഉണ്ടായത്. കുരിശിനും ഉണ്ടായതുപോലെ തന്നെ സഹനത്തിന് മഹത്വം ഉണ്ടായി. ഇല്ല, അതിനേക്കാളും കൂടുതൽ കുരിശൊരു ഇതാണല്ലോ, ഒരു സ്റ്റാറ്റിക് അവസ്ഥയാണല്ലോ കുരിശ്. ഇത് ആക്റ്റീവാ. കുരിശിലെ പ്രോസസ്സ് സഫറിങ് ആണല്ലോ, അതിന് മഹത്വം ഉണ്ടായി. ഈ സഹനം മഹത്വീകരിക്കപ്പെട്ടുകൊണ്ടാണ് കുരിശിന് മഹത്വം ഉണ്ടായത്. അങ്ങനെ ഈ ബാക്കി കള്ളന്മാർക്ക് ഇതുപോലെ ചുമന്നുകൊണ്ട് പോകണമായിരുന്നോ? കള്ളന്മാരുടെ കുരിശിന് മഹത്വം ഉണ്ടായില്ല ഒരു കള്ളന്റെ. ഇല്ല, അവർക്ക് ഇതുപോലെ തന്നെ. അവർക്ക് അവിടെ ചെന്നിട്ടായിരിക്കും. ഈശോയ്ക്ക് അപ്പൊ എന്തുകൊണ്ട് അവരിങ്ങനെ കൂടുതൽ? ഈശോയ്ക്ക് എല്ലാം കൂടുതലാണ് കൊടുത്തതെന്നാ പറഞ്ഞു. ഈശോയ്ക്ക് ഈ ആദ്യമുള്ള അടിയൊക്കെ അതൊക്കെ അടിച്ചു വിട്ടെടുക്കാനുള്ള രീതിയിലാണ് പീലാത്തോസ് ആദ്യം അടിക്കുന്നതേ. പക്ഷെ ആ അടിയും കൂടെ ഈശോയ്ക്ക് കൂടുതലായി പോയില്ലേ. വിട്ടയക്കാൻ വേണ്ടിയാണ് ആദ്യം അടി കൊടുക്കുന്നത്, കുരിശുമരണം ഇല്ലാതെ. പക്ഷെ അതുകൂടെ ഈശോയ്ക്ക് കൂടുവായതേ, ആ സഹനം കൂടെ. ഈ ശിഷ്യന്മാർക്കല്ല ഈശോനെക്കാളും സഹിക്കേണ്ട വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ശരീരത്തിന് മേഖല ഉണ്ട്. പൗലോസിലേക്ക് എങ്ങനെ സഹിക്കേണ്ടി വന്നില്ല. പൗലോസ് ഈശോയ്ക്ക് കിട്ടിയ ഈശോനെക്കാളും നമുക്ക് അങ്ങനെ പറയാം. സഫറിങ്ങിന്റെ നമുക്ക് ഈശോയുടെ സഹനം ഡിവൈൻ അങ്ങനെ ആത്മാവില്ലായിരുന്നു ബാക്കി. ആ സഹനത്തിന്റെ രക്ഷിക്കാൻ ഇങ്ങനെ സഹനത്തിന്റെ ഇത് എണ്ണിയാല് ഇപ്പം പൗലോസിലേക്ക് തന്നെ 5 പ്രാവശ്യം ഈശോയ്ക്കിട്ട് നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കിട്ടിയ അടി കണ്ടില്ലേ, അതുകൂട്ട് 5 പ്രാവശ്യം പൗലോസിലേക്ക് ഇട്ട് കിട്ടുന്നത്. ഒരെണ്ണം കുറഞ്ഞു 39 വെച്ച് 5 പ്രാവശ്യം, അതായത് 195 അടി പൗലോസിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വടി കൊണ്ടടി വേറെ. അത് ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഈശോയ്ക്ക് 1 പ്രാവശ്യമല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ പൗലോസിലേക്ക് ഈ വടുവുമേലടിക്കാന്ന് പറയുന്നത് എത്ര വലുതാ, അത് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല അത്. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ സഹനത്തെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അളവ് കൂടുതലുണ്ട്. ഈശോയുടെ സഹനം എന്ന് പറയുന്നത് വേറൊരെണ്ണമാണല്ലോ. അത് നമുക്ക് ആ സഹനം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ പൗലോസിലെ അതിൻ്റെ കുറവുകൾ നികത്താൻ സഹിക്കുന്നുണ്ട്. പിന്നെ സഹനമെല്ലാം സ്നേഹമാണല്ലോ. അങ്ങനെ നമുക്കിങ്ങനെ വേറൊന്ന് മാറിയിട്ട് നോക്കി നിൽക്കുമ്പോഴല്ലേ നമുക്കിതൊരു സഹനമായിട്ട് തോന്നുന്നേ. അപ്പം അല്ലാത്തപ്പോൾ നമ്മൾ
ഇപ്പം ഞങ്ങളിങ്ങനെ ദരിദ്രമായിട്ട് ജീവിക്കുന്നു, ഇത് സഹനമല്ലേ, ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കുഞ്ഞ് ഇതല്ലേ. അന്നേരം ഞങ്ങൾ ആദ്യകാലത്തൊക്കെ നനഞ്ഞു കുളിക്കുകയും ഒത്തിരി കഷ്ടപ്പാടുകളും ഒത്തിരി ഞെരുക്കവും അങ്ങനെ. പക്ഷെ ഇതൊക്കെ ഭയങ്കര നമുക്കൊരു സന്തോഷത്തിൻ്റെ വിഷയമായിരുന്നു. അല്ലാതെ സഹനം ആസ്വദിച്ചന്നേരം ഉണ്ട്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഇത്രയേ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഇത്രയേലും ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ നമുക്ക് തോന്നത്തില്ലായിരുന്നല്ലേ ഇതൊരു. ഇല്ലില്ല. അല്ലേ ആ, നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരുന്നതാണോ? നമുക്കിങ്ങനെ എന്താ പറയാ, ഇപ്പൊ ചില കാര്യങ്ങൾ, ചില സഹനങ്ങളൊക്കെ നമ്മൾ ആദ്യം എങ്ങനെ എന്താ പറയാ, ഇപ്പം ആദ്യം നമ്മളൊരു അതെങ്ങനെയാ ഞാൻ പറയുന്നത്, ഇപ്പം ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇഷ്ടമില്ലാതെ ചില സഹനങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. ആ സമയം ഇങ്ങനെ നമ്മളൊരു മാനുഷിക എഫോർട്ട് കൊണ്ട് നമ്മൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊരു ഇഷ്ടത്തോടെ ആ ഒരു സഹനം ഏറ്റെടുക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ആവുന്നതാണോ, അതോ അങ്ങനെ ഒരു എഫോർട്ട് ഇട്ട് നമ്മൾ അങ്ങനെ ആവുന്നതാണോ? അത് ഈശോയോടുള്ള സ്നേഹം കൂടിക്കഴിയുമ്പോൾ നമുക്ക് സഹനത്തെ ഇത് നമ്മളെങ്ങനെ നല്ലപോലെ സമീപിക്കുന്നോ, അല്ലെ സഹനത്തെ നമ്മൾ ലൈറ്റായിട്ട് സമീപിക്കുന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയമേ. മറിച്ച് ഈശോയുടെ സ്നേഹം കൂടിക്കഴിയുമ്പോൾ സഹനങ്ങളെല്ലാം ആ സ്നേഹത്തിൻ്റെ ഒരു എന്നതാ വേറൊരു ഭാഗമായിട്ട് തന്നെ മാറുവാണേ. എൻ്റെ വാക്ക് നല്ല സ്നേഹം തന്നെ ആകുക, സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാകുക വാസം പറഞ്ഞ ഇതേ. അപ്പം ഞാനിങ്ങനെ ഒരു ഉദാഹരണം പറയുന്നേ, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പശു ഉണ്ടല്ലോ, നല്ലപോലെ മനസ്സിലാവും. അതിനൊരു കിടാവ് ഉണ്ടാകുന്നു. കിടാവ് ഉണ്ടാകുമ്പോൾ കിടാവ് പോയി ഈ തള്ള പശുവിൻ്റെ അകിടയിൽ ഇടിക്കുന്ന കണ്ടിട്ടില്ലേ? ആഞ്ഞല്ലേ ഇടിക്കുന്നത്. പശുവിൻ്റെ പുറകെ ചിലപ്പോൾ പൊങ്ങിയും കൂടെ പോവും അല്ലേ? പക്ഷെ ഈ അമ്മ പശുവിന് ഈ കിടാവിൻ്റെ ഇടി ഒരു വേദനയായിട്ടല്ലല്ലോ. ഇത് അമ്മ പശു അന്നേരം ചെയ്യുന്നത്, ഈ ഇടി കിട്ടുമ്പോൾ അന്നേരം ചെയ്യുന്നത് പാല് ചുരുത്തുക ചെയ്യുന്നത് അല്ലേ? അത് അല്ലാതെ നോക്കുവാണെങ്കിൽ ഇടിയാ. പക്ഷെ ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ട് അമ്മയ്ക്കറിയാം ഇത് ഇടിക്കുന്നത് പാല് ചുരുത്താനാണ്. അതുപോലെ നമ്മളും ചെയ്യേണ്ടത്. നമുക്കിട്ട് ഇപ്പോൾ ആര് നമ്മളെ എതിർക്കുന്നവരോ ശത്രുക്കളോ ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നെഞ്ചിനിട്ടേ, വാക്കുകൊണ്ടാകാം എന്നേലും പ്രവൃത്തി കൊണ്ടാകാം, നമ്മുടെ നെഞ്ചിനിട്ട് ഇടിക്കുന്നത് നമ്മൾ വാസ്തവം പറഞ്ഞ ഈ സ്നേഹം ചൊരുത്താനാണ്. സ്നേഹമേ, അന്നേരം നമ്മൾ സ്നേഹമാണ് ചൊരുത്തണ്ടേ, വെറുപ്പല്ല. അങ്ങനെ അന്നേരം അത് ഈശോ അങ്ങനെയാ. ഇപ്പം ചന്ദനത്തിനിട്ട് കുത്തിയാലും ചന്ദനത്തിൽ നിന്ന് സുഗന്ധമല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്നേഹമായി കഴിയുമ്പോൾ, അല്ലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ നിന്ന് ഉണ്ടാകുന്നതിനെ നമ്മൾ കുറേയും കൂടെ ഒന്നേ അതിനെ ഒരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ടല്ലേ സ്വീകരിക്കുന്നേ. ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയെ ദൈവം വെട്ടിയൊരുക്കും. അപ്പം അതൊരു വെട്ടിയൊരുക്കുമ്പോൾ ആ കമ്പൊക്കെ വെട്ടുന്നതിൻ്റെ വേദനയുണ്ട്. പക്ഷെ ഫലം കൂടുതൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണല്ലോ അത് ചെയ്യുന്നത്. ദൈവമാണല്ലോ അവിടുത്തെ കൃഷിക്കാരൻ. അപ്പം നമ്മളവർക്ക് ഈ ഫലം പുറപ്പെടുവിച്ചിട്ട് ഇത് എങ്ങനെ എന്നതിന് ഈ വെട്ടുന്നത് നമ്മൾ അങ്ങനെ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ടാണല്ലോ ഇതിനെ വെട്ടിയൊരുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇത് ചെയ്താൽ മതി. സഹനത്തെ കോഴിമുട്ടയുടെ അട വിൽക്കുന്ന കോഴിമുട്ടയ്ക്കൊരു അവബോധം ഉണ്ടെന്ന് കൂട്ടിക്കോ. അന്നേരം കോഴിമുട്ട ഈ ഇങ്ങനെ ഇരുന്ന് പറയുക, ഇതെന്നത്തിന് എന്നെ ഇതുപോലെ ചൂടാക്കുന്നതെന്ന്, ഞാൻ മര്യാദയ്ക്കൊക്കെ ഇരുന്നല്ലേ, എന്നതിന് എന്നെ ഈ തള്ളക്കോഴി ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമുക്ക് ഒരു സഹനം വരുമ്പം നമ്മളങ്ങനെ പുറത്ത് അങ്ങനെ ഒരു വേദനകൾ വന്നാലും കോഴിമുട്ടയ്ക്കകത്ത് ഈ ചൂട് കിട്ടുമ്പം ആദ്യമൊക്കെ ചൂടുണ്ടെങ്കിൽ പറഞ്ഞാലും അതിനകത്ത് പതുക്കെ ഒരു കോഴിക്കുഞ്ഞ് രൂപപ്പെടുവല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സഹനത്തിൻ്റെ ഇതിൻ്റെ ഈ വേദനകൾ കിട്ടുമ്പം ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുവേ നമ്മൾ ഉള്ളിൽ അവസാനം കോഴിമുട്ട ഒരു കോഴിക്കുഞ്ഞാകുന്ന പോലെ ഈ നമ്മുടെ ഈ ഇതെല്ലാം മാറിയേ അവസാനം നമ്മളൊരു ഈശോയായി മാറും. അപ്പം അതുകൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഈ ക്രിസ്തു രൂപപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സഹനമായിട്ട് തന്നെ അവശേഷിക്കും. അങ്ങനെ സഹനമായിട്ട് അവശേഷിക്കും. ഇപ്പം കുരിശിലെ മൂന്ന് പേരും ഒരേ സഹനമാണല്ലോ കുരിശിൽ കിടന്നവർ സഹിക്കുന്നതേ.
ഒരാളുടെ സഹനം അയാളുടെ ജീവനെ രക്ഷിച്ചു, ഒരുത്തൻ്റെ സഹനവും അവനെ പോലും രക്ഷിച്ചില്ല. നടുക്ക് കിടന്നവൻ്റെ സഹനം എല്ലാവരും രക്ഷിച്ചു. അങ്ങനെ ഇപ്പം 3 പേരും സഹിക്കുക ചെയ്തേ. ആ വ്യത്യാസമുണ്ട്. അല്ല, ഒരാളുടെ സഹനമേ അവനെ രക്ഷിച്ചു. നടുക്ക് കിടന്ന ഈശോയുടെ സഹനം എല്ലാവരെയും രക്ഷിച്ചു. അവസാനം കിടന്നവന്റെ സഹനം ആരെയും അവനെ പോലും രക്ഷിച്ചില്ല. 3 സഹനമാണല്ലോ. അതനുസരിച്ചിരിക്കും. നമ്മൾ ഈ സ്നേഹത്തിൽ നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ ഈ രൂപാന്തരീകരണം സംഭവിക്കും തന്നെ അല്ലേ? ഉറപ്പാ. സ്നേഹത്തിന്റെ ഒരു ഭാഗമാണേ സഹനം. അത് നമുക്കപ്പോ കൊറേ പാപമേഖലകൾ നമുക്ക് കാണുമല്ലോ. അപ്പം പാവമെല്ലാം പോയി അത് ഈ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് സഹനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അന്നേരം ഈ എന്താ പറയാ, നമുക്ക് ഈ ഒരു പാപത്തിൽ നിന്നൊക്കെ മാറ്റം അത് നമ്മളിലേ രണ്ടുകൂടി ഒരുമിച്ച് അങ്ങ് നടന്നു പൊക്കോളുവേ. നമ്മളങ്ങനെ സഹിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഇതെല്ലാം മാറി അവസാനം ക്രിസ്തു രൂപാന്തരപ്പെട്ടോളുവേ. സ്നേഹത്തിലോട്ട് വരൂ, സ്നേഹത്തിലേക്ക് വന്നോളൂ. നമ്മളങ്ങനെ ക്രിസ്തുവിലേക്ക് അങ്ങ് പുരോഗമിച്ച് പോയാൽ മതി. പാപത്തിലോട് മരിക്കേണ്ടതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥ ഇല്ലേ. ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിന്റെ അവസ്ഥകളെല്ലാം നമ്മളിൽ നിന്ന് മാറുവേ. അന്നേരം പിന്നെ ഈ മൗദിസായിൽ അതാ നമ്മളെ ചെയ്തത്. റോമാ 6 അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്നതാണ് നമ്മളെ മൗദിസായിലൊക്കെ വായിക്കുന്ന വായനയെ. ഈ മരണത്തോട് ഐക്യപ്പെട്ടാലേ നമ്മൾ ഈശോയുടെ കൂടെ ഉയർക്കുള്ളെന്നാണ് പിന്നെ പൗലോസ് പറയുന്നത് ഈ റോമാലേഖനത്തിലെ. ഉയർപ്പിന്റെ ജീവിതമോ പിന്നെ ക്രിസ്തുവാ നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താലേ അങ്ങനെ ജീവിക്കാം. മാമുദീസായിലെ ആ അന്ന് കിട്ടിയ കൃപാവസ്ത്രം അല്ലേ, അന്ന് കിട്ടിയ ആ അവസ്ഥ, ആ നൈർമല്യ അവസ്ഥയെ ജീവിതത്തിൽ നഷ്ടപ്പെടാത്ത വിശുദ്ധര് നമ്മുടെ കേരളത്തിൽ തന്നെ അൽഫോൻസാമയും ചാവറപ്പിതാവിനെ കുറിച്ചും അങ്ങനെയാ പറയുന്നത്. അങ്ങനെ പറ്റും അവർക്ക്. അവർ രണ്ടും പറയുന്നുണ്ട് അങ്ങനെ. എനിക്ക് മാമുദീസായി ലഭിച്ചേ ഇനി അങ്ങനെ പറ്റും. ഇനി നഷ്ടപ്പെടുത്തിയവർക്ക് നമുക്ക് കുമ്പസാരവും മനസാന്തരവും വഴി ഇനി അതിനെ പുതിയതാക്കാം. വന്ന പോലെ വരാം. അങ്ങനെ വന്നവരാ ഒത്തിരി പേര്. നമുക്ക് പേടിക്കണ്ട. നമുക്ക് എങ്ങനെയാണേലും ഒരു പാവവും ചെയ്തില്ലേലും എല്ലാ പാവവും ചെയ്താലും പഴയ മനുഷ്യനെ പിഴുതു കളയുക എന്നുള്ളത് വചനം വെച്ച് നോക്കുമ്പം നമ്മുടെ ഒരു അവസ്ഥയാണ്. അതായത് പഴയ മനുഷ്യൻ എത്ര ഇതിലാണേലും അതിനെ പിഴുതു കളയുക എന്നുള്ളത്, പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് നമുക്ക് വചനം നമ്മളോട് അതൊരു മസ്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെപ്പോഴും ആ പ്രത്യാശയുടെ അവസ്ഥയിലാണ് നമ്മളെ. ഓരോ ദിവസവും പുതിയ മനുഷ്യനായിട്ട് ജീവിക്കല്ലേ. അത് നമ്മളെപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ഈ പാപത്തോട് എന്നേക്കുമായിട്ട് മരിച്ചിട്ടേ ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്ന, അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും ഉറപ്പുള്ളൊരു ഫൗണ്ടേഷൻ. ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെൽഡ് ചെയ്യുന്നതിനെല്ലാം ഒരു ഊര് കിട്ടത്തുള്ളേ. അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം നമ്മൾ വെൽഡ് ചെയ്യുന്ന മണ്ണയിലാന്നേ. അതാ അത് എപ്പം വേണേലും കാറ്റും മഴയും വരാവേ. യെരമ്യാ പ്രവാചകനിൽ പറയുന്നുണ്ട് ദൈവം തന്നെയാണ് ഈ കാറ്റും മഴയായിട്ട് വരുന്നതേ. അപ്പോൾ അത് തകർന്നു പോകുന്നു നമുക്കും അറിയാം. അങ്ങനെ അപ്പം നമ്മൾ ഉറപ്പുള്ളത് ഇങ്ങനെ ആ അവസ്ഥയിൽ നിന്ന്. പിന്നെ യോഹന്നാൻ ലേഖനം പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റിയല്ലെന്നേ. നമ്മുടെ ഒരു ഡസ് നോട്ട് സിൻ സ്റ്റേറ്റിൽ നിന്നൊരു കനോട്ട് സിൻ സ്റ്റേറ്റിലേക്കുള്ളൊരു ഗ്രോത്ത് ഉണ്ട്. അതൊരു വളർച്ച വചനം നമുക്ക് തരുന്നുണ്ടേ. അപ്പം ആ അവസ്ഥയായി കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടേ നമ്മളിലെ ആധ്യാത്മികത പുരോഗമിക്കാൻ തുടങ്ങുന്നതേ. ദൈവസ്നേഹമേ. അപ്പം ദൈവസ്നേഹത്തിൻ്റെ ഒരെണ്ണമെന്ന് പറയുന്നത് നമ്മൾ ഈ പാപം എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ഭർത്താവിന് ഈ ഭാര്യയെ ചെയ്യുന്ന ഏതൊരു കാര്യം വലിയ താല്പര്യമില്ല. അതാണ് ഇവരുടെ അവരുടെ സ്നേഹക്കുറവിനും അവരുടെ കലകത്തിനും എല്ലാം പലപ്പോഴും അങ്ങനെ. നമ്മൾ നല്ലപോലെ നോക്കിയാൽ ഒന്നോ രണ്ടോ കാര്യങ്ങളെ കാണത്തുള്ളൂ. ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നേ. ഈ പ്രശ്നം കടത്തിക്കൊണ്ട് ഇവർ പരസ്പരം സ്നേഹിക്കാൻ എന്തായാലും നോക്കിയാലും പറ്റത്തില്ലേ. പക്ഷേ ഇതാരേലും മനസ്സറിഞ്ഞങ്ങ് തിരുത്തിയിട്ട് അതിൽ നിന്ന് അങ്ങ് മാറിയാലേ
കുഞ്ഞു കാര്യമേ കാണത്തുള്ളൂ. പക്ഷെ മാറുന്നത് ഒരു കുഞ്ഞു കാര്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്നേഹം ഭയങ്കര ശക്തമാകും നേരം. അങ്ങനെയുണ്ട്. അത് നമ്മൾ തന്നെ നോക്കിയാൽ മതി. ഒരു കുഞ്ഞു കാര്യത്തിലായിരിക്കും എന്നതേലും ഒരാളോട് നമുക്ക് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത നിലനിൽക്കുന്നതേ. അതുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാനും പറ്റാത്ത ഒരു എന്തെങ്കിലും കാണുവേ. നല്ലത് നോക്കി അങ്ങനെ ഉണ്ട്. അപ്പം അതങ്ങ് മാറ്റിക്കളഞ്ഞാൽ അന്നേരം നമുക്ക് ഈ സാധനം മാറുന്ന ഈ ഒരു അവസ്ഥ മാറുന്നതല്ല നമുക്ക് ആ റിസൾട്ട്. ഭയങ്കര സ്നേഹം ഇവർ തമ്മിലാവും എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് ദൈവത്തിൽ നിന്ന് നമ്മൾ ഈ ഓരോ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ദൈവത്തിൽ നമ്മളെ ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റാതെ നിൽക്കുന്നതേ. അപ്പോൾ ഈ കുമ്പസാരത്തിൽ നമ്മൾ ആ ഒരു ഭാഗം അങ്ങ് മാറ്റി കഴിയുമ്പോൾ അടുത്ത റിസൾട്ട് ദൈവസ്നേഹത്തിലേക്ക് നമ്മളങ്ങ് ഇത് ചെയ്യുവാണേ, ലീപ്പ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതം വെച്ച് ചുമ്മാ നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആ പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഭയങ്കര ഇതല്ലേ, നമുക്ക് ഭയങ്കര ഇതായി കാര്യം. ഒരു കുഞ്ഞു കാര്യം അതിനു മുമ്പേ ഇങ്ങനെ ഒരു ഇതായിട്ട് കിടന്നുകൊണ്ടിരുന്നതേ, അതങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ഭയങ്കര പ്രത്യേക ഒരു സന്തോഷമായി, നമുക്ക് പ്രത്യേക ഒരു ഉത്സാഹമായി നമുക്ക് അങ്ങനെ. പക്ഷെ ഇത് ഈ ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു വലിയ കാര്യമൊന്നും വേണ്ട. കാലിലൊരു മുള്ളാണല്ലോ എന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി നല്ലൊരു മുള്ളാണേലേ അതങ്ങ് എടുത്തു കഴിയുമ്പോഴത്തേനും പ്രശ്നം അങ്ങ് തീരുമല്ലേ. അതെ അതെ അതെ. മൊത്തം അസ്തിത്വത്തിനാണ് പിന്നെ ഇത് കിട്ടുന്നേ. സാധ്യത മൊത്തം ഓപ്പൺ ചെയ്യുക. പിന്നെ നമ്മളൊരു ഇതാവുമല്ലേ. ഒരു പല്ലാണേലും വേദനിച്ചിരുന്ന അത് പല്ല് വേദന കാരണം എന്ത് സഹിച്ചു നമ്മൾ ആകെ ഒരു നിസ്സഹായതയിൽ ഇരിക്കുമല്ലേ. അതങ്ങ് മാറ്റി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഭയങ്കര പിന്നെ പ്രവർത്തിക്കാനും എല്ലാത്തിനും പിന്നെയല്ല വരുന്നത്. പക്ഷെ ഇതിരിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനേ. ഈ ഒരു കുഞ്ഞു കാര്യമേ കാണത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു അത് മൂവ് ചെയ്ത് കളയോ അല്ലെങ്കിൽ അത് പറിച്ച് കളയോ അല്ല, അതിന് സൗഖ്യം കിട്ടുകയോ ചെയ്യുമ്പോഴത്തേനും കാര്യങ്ങൾ മാറുമല്ലേ. പക്ഷെ പല്ല ഇതിനെന്നാ വേദന വരാം. പക്ഷെ നമ്മുടെ അസ്തിത്വത്തെ മുഴുവൻ പിടിച്ചു കൊടുക്കുമല്ലേ ഈ വേദന. അങ്ങനെ ആയിക്കഴിയുന്ന അവസ്ഥ നമുക്ക് ഇപ്പം ഇരുന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലേ. കാരണം അത് ഭയങ്കര ഒരു സ്റ്റേറ്റാ ആ മാറുന്ന അവസ്ഥയെ. മാറിയാലും അതൊരു മാറ്റമാണ്. ഒരു ഓസ്തി എടുത്ത് ഊതാശ ചെയ്യുന്ന പോലെ അത് ദൈവമായി മാറുന്ന പോലെ ഒരു മാറ്റം അങ്ങ് വരും നമ്മളിലേക്ക്. അതുവരെ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അവസ്ഥയെ നമ്മളിപ്പോൾ ഇരുന്ന് ചിന്തിച്ച ഒരു പിടിയും കിട്ടത്തില്ല. ഒരു ഓസ്തിയുടെ ചിന്തയോ ഉള്ളത്. എന്താ നമുക്ക് ഈ കുർബാന എങ്ങനെ നമ്മളിങ്ങനെ വേദാന്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അറിവ് മാത്രമായിട്ട് ഈ ഒരു സാധനം അതൊരു അനുഭവം ആകാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ കുർബാന കാണുമ്പം നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചായിരിക്കും കുർബാന നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് അനുഭവമായിട്ട് നമുക്ക് കൂടാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഇമോഷനിലല്ല ദൈവം ഇതിൻ്റെ ഒരു അനുഭവത്തെ ഇട്ടിരിക്കുന്നത്. നമുക്ക് വികാരങ്ങളിലുണ്ടാകുന്ന അനുഭവത്തെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു സത്യത്തിൽ നമ്മുടെ വീങ്ങിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇത്. അതുകൊണ്ട് യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്നുണ്ട്, അതായത് നമുക്ക് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ കണ്ണീരുണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കൂ. ഇനി അതല്ല, ഭൂമിയിലുണ്ടാകാവുന്ന മനുഷ്യാസ്തിത്വത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത് എസ്റ്റസി ആവുക, അതായത് സമാധി കേട്ടിട്ട് കാണുമായിരിക്കും, റാപ്ചർ ആവുക. അതുപോലും ഉണ്ടായാലും ഭൂമിയിലുണ്ടാകാവുന്ന ഏറ്റവും വലിയ സാധ്യത അത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുപോലും ഉണ്ടായാലും അതുപോലും ഈ നമ്മൾ സ്വീകരിക്കുന്ന ഈ മഹാരഹസ്യത്വത്തോട് തുലനം ചെയ്യുമ്പോഴേ ഒന്നുമല്ലെന്നാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടായാലും അത്ര വലിയ നമുക്ക് ഒരു പിടിയും കിട്ടാത്ത വലിയ സത്യമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അതിന് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും അതിനൊരു മറുപടിയല്ല. അങ്ങനെ ഇനി അപ്പം ഭൂമിയിലുണ്ടാകാവുന്ന ഒരു സ്പിരിച്വൽ സ്റ്റേറ്റിലെ എസ്റ്റസി പോലും ഒന്നുമല്ലെന്നാണ് യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്നത്. അത് നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പം കിട്ടുവേ. പക്ഷെ നമ്മൾ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പം നമ്മുടെ ആത്മാവിൽ ഭയങ്കര സംഭവം നടക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷമൊക്കെ എടുത്താൽ നമുക്ക് അതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ കാണാം. ഈശോ പറയുന്നുണ്ടേ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം. അങ്ങനെ അതെടുത്ത് വായിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാമെന്നാ ഈശോ പറയുന്നത്. 14 അന്നാരോ തോമസിലിയ പറയുന്നത് അങ്ങോട്ടാ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ വഴി എങ്ങനെ അറിയുന്നതെന്ന്. ഈശോ പറയുന്നതല്ല നമ്മൾ വിശ്വസിക്കണ്ടേ. ഈശോ പറയുന്നത് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാമെന്നാ ഈശോ പറയുന്നത്.
അന്നേരം നമുക്കറിയത്തില്ല. അന്നിപ്പം ഞാൻ പറഞ്ഞ വിസ്തുർവാന സ്വീകരിക്കുമ്പോൾ നമുക്കറിയുന്നില്ല, അല്ല ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഈ ഈശോ പറഞ്ഞ രീതിയിൽ ഒരു അറിവുണ്ടേ. ഈ തോമസ് ലീഗ അതിനെ മാനുഷിക രീതിയിൽ അതിനെ ഇത് പറയുമ്പോഴും തോമസ് ലീഗ പറയുന്നതല്ലല്ലോ ശരി. അത് ഇച്ചിരി കഴിഞ്ഞ് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ പിതാവിനെ കണ്ടു കഴിഞ്ഞു. അന്നേരം ഫിലിപ്പോസ് പറയുന്നത് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക എന്ന് ഫിലിപ്പോസ് പറയുന്നത്. പക്ഷെ ഈശോ പറയുന്നത് പിതാവിനെ കണ്ടെന്നാ പറയുന്നത്. അതാണല്ലോ ശരി. അങ്ങനെ നോക്കി യോഹന്നാന്റെ ആ അവസാനത്തെ ഭാഗത്തെ ആ പല ഭാഗങ്ങളിലും ഈശോ നമ്മളിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ പറയുവാണേ. പക്ഷെ നമ്മളത് അനുഭവിക്കാത്ത പോലെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അത് നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണേ. പക്ഷെ നമ്മളിലുണ്ട് അതല്ല. അപ്പൊ ഈശോ സ്വീകരിക്കുമ്പോഴെല്ലാം അങ്ങനെ ആത്മാവിൽ മാറ്റം വരുന്നുണ്ട്. ആത്മാവിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കോപ്പറേറ്റ് ചെയ്ത് അവസാനം അതിനോട് ഇത് ചെയ്യണമെന്നുള്ളത് വേറെ ഒന്ന്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനൊരു നമുക്കൊരു അനുഭവം വേണമെന്നൊന്നും ഇല്ലേ ഉള്ളിലേ. അനുഭവം അല്ല, അനുഭവത്തിനൊന്നും അതിനെ വഹിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ആ സ്നേഹക്കുറവ് തന്നെ, സ്നേഹക്കുറവുണ്ടെന്ന് ഇപ്പം കൊച്ചു പറയുന്നില്ലേ, അത് തന്നെ ഒരു പോസിറ്റീവ് എലമെന്റ് ആണല്ലോ, ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ. ഈ ഉത്തമവിഭാഗത്തിലോട്ടൊക്കെ അപ്പൊ നമ്മളിങ്ങനെ വരുന്നത്, അതായത് ചില ഭാവങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് വലിയ എന്താ പറയാ, നമുക്ക് അത് ദൈവസ്നേഹത്തിലേക്ക് ആകുമ്പോ ആയിക്കോളുവേ. നമുക്കല്ലാതെ ചില ഭാവങ്ങൾ നമുക്ക് വലിയ എന്താ പറയാ പാവമാണെന്ന് അറിയാം. നമുക്കല്ലാതെ ഒരു വേദനയൊന്നും വരുന്നില്ല. ഒരു കുംഭസാരത്തിൽ വന്ന ഒരു അത് നമ്മൾ ഈ ബോധ്യത്തിൽ നിന്നേ ഓരോ കാര്യങ്ങൾ അങ്ങ് അത് ഈ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഇതങ്ങ് നമുക്ക് ഇതിൽ നിന്നൊന്നും മാറി ഇപ്പം നമ്മൾ നല്ലപോലെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആന്തരിക ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ദൈവസ്നേഹത്തെ പ്രതി ഒന്നും കിട്ടിയില്ലേലും ഈശോയെ ഞാൻ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലേ അവിടെ നമ്മൾ ഇതൊക്കെ നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ ഞാനിനി ഒരു പാവം ചെയ്യാതെ ദൈവസ്നേഹത്തെ പ്രതി ഭയങ്കര നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കുന്ന അതാണല്ലോ, ഈശോയല്ലല്ലോ നമ്മൾ നോക്കുന്നത്. അത് കളയണം. അത് കളഞ്ഞിച്ച് ഞാനിതൊന്നും എനിക്കൊരു അനുഭവം കിട്ടുന്നില്ല ഒന്നും, പിന്നെ ഡ്രൈനെസ് ആണ്, മരുഭൂമി അനുഭവത്തിലാണേലും ഞാനേ ഈശോയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അത് നമുക്ക് അനുഭവപ്പെടണമെന്നൊന്നുമില്ല. അതിനെപ്രതി അങ്ങ് മാറുക എന്നുള്ളേ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയേ. അല്ലാതെ അത് നമ്മുടെ ആ ബൈബിളിൽ പറയുന്ന ശിമയോന്റെ വീട്ടിൽ വന്നൊരു പെങ്കൊച്ചുണ്ടല്ലോ, പരസ്യപാപിനിയായിരുന്ന കൊച്ചി, അവള് വന്ന് ഈശോയുടെ കാല് കഴുകി കണ്ണീരുകൊണ്ടാണ് കഴുകിയത്. ഈടെ എനിക്ക് അതിന് ഫീൽ ചെയ്തത്, കണ്ണീരുകൊണ്ടൊരു കാല് കഴുകാൻ എന്തേരം കണ്ണീരൊഴുകി കാണും. അത്രയും അവളുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണീരൊഴുകുമോ. അപ്പൊ അത് അനുതാപത്തിന്റെ ആകണമെന്നില്ല, സ്നേഹത്തിന്റെ കണ്ണീരും ആകാവേ. ഇപ്പൊ ഈശോയുടെ അടുത്ത് വന്നപ്പോഴത്തേനും ഈശോ ഇത്രയും ഇവിടെ ആട്ടിപ്പായിക്കാതെ അവൾ അധികം സ്നേഹിച്ചെന്ന് ഈശോ അതിനെക്കുറിച്ച് പ്രതികരിച്ചേ. അവൾ അധികം അനുദപിച്ചൊന്നുമല്ല. ഓ ശരിയാ, സ്നേഹത്തിന്റെ കണ്ണീരാണല്ലോ. അപ്പൊ അന്നേരം ഈശോ കൊടുക്കുന്ന ഒരെണ്ണ പാപമോചനം. ഇവള് ഈശോയുടെ അടുത്ത് ഈ സ്നേഹിച്ച് അങ്ങ് വന്നല്ലേ ഉള്ളൂ, ബാക്കിയല്ല ഈശോയല്ലേ. അനുദപിച്ചതിന്റെ പോലും ഒരു അങ്ങനെയല്ല പറയുന്നത്. ശരിയാ, ശരിയാ, അതെ, സ്നേഹിച്ചതിന്റെ അല്ലേ. അന്നേരം അത് ഈശോയെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. അന്നേരം ഈശോയെ ക്ഷമിക്കേണ്ടത് ഈശോയാണല്ലോ. ഈശോ പിന്നെ പറയുന്നത് അധികം ആരോട് ക്ഷമിക്കുന്നോ അവരധികം സ്നേഹിക്കുന്നെന്നാ. പക്ഷെ ഇത് രണ്ട് പ്രോസസ്സായിട്ട് നടക്കുന്നതൊന്നും കാര്യമല്ല. സ്നേഹിക്കുമ്പോൾ തന്നെയാണ് ഇത് രണ്ടും നടക്കുന്നതേ. പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. ഇപ്പൊ കണ്ണൊക്കെയാണല്ലോ നമുക്ക് അടയ്ക്കാന്ന് കൂട്ടെ, ചെവി നമ്മളിങ്ങനെ ഓപ്പൺ ആണല്ലോ എപ്പോഴും. അപ്പം ബ്രദർ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഇവിടെ കാണുന്ന ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും തെറി പറയാന്നിരിക്കും, അത് ഭയങ്കര മോശമായിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് റിസീവ് ചെയ്തല്ലോ, പക്ഷെ നമ്മളതിനെ പറ്റി ധ്യാനിക്കുന്നില്ല, പക്ഷെ മനസ്സിലില്ല. അപ്പൊ അന്നേരം എന്ത് ചെയ്യും? അത് നമ്മുടെ പുറത്തുനിന്നുള്ളതല്ലേ. അത് ഒന്നും നമ്മളിപ്പം പേടിക്കണ്ട. നമ്മളിങ്ങനെ നമ്മളോട് ഇത് ചെയ്താലേ ഈശോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിച്ചോളും. അങ്ങനെ ഇല്ലെങ്കിലും അത് നമ്മളെ ബാധിക്കത്തില്ല. അത് നമ്മൾ കുമ്പസാരിക്കേണ്ട ഒരു തിന്മയായിട്ട് വരുള്ളൂ. തിന്മയാവും ഇല്ലല്ലോ, അത് തിന്മയാകത്തില്ലല്ലോ.
ലഘുഭാവം എന്ന് പോലും പറയത്തില്ല. അതൊന്നും നമ്മളെ ഈശോ നമ്മുടെ ആത്മാവിലെ ഇതല്ലേ നോക്കത്തുള്ളേ. നമ്മൾ മനഃപൂർവ്വം കേൾക്കാം, അങ്ങനെ സാധ്യത ഉള്ളിടത്ത് നമ്മൾ മനഃപൂർവ്വം പോയി ഇരുന്ന് ഇങ്ങനെ വരുമായിരിക്കുന്നൊക്കെ ഓർത്ത് അത് വേറെയാ. അതിന്നാണ് നമ്മൾ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ നമ്മ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പാപമായി വരും. അത് നമ്മുടെ ആത്മാവിന്റെ ഇൻപെർഫെക്ഷനിലേക്ക് പോവേ. അല്ലാതെ ആക്സിഡന്റിൽ ഇങ്ങോട്ട് വരുന്നൊരു സാധനമാണെങ്കിൽ അത് നമ്മൾ പേടിക്കണ്ട. അത് ഈശോ നോക്കിക്കോളൂ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്റ്റീവായിട്ടുള്ളതേ, പാസീവായിട്ടുള്ളതിനെ നമ്മൾ ഈശോ മാറ്റി കളഞ്ഞോളും. അങ്ങനെ അതിനെ സുഖപ്പെടുത്താനൊക്കെ ഈശോയ്ക്ക് പറ്റുമല്ലോ. നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് കാണിച്ചു കഴിയുമ്പോൾ ദൈവം എന്തെല്ലാം രീതിയിൽ ദൈവം സംരക്ഷിക്കുമെന്നറിയോ. എല്ലാ മേഖലയിൽ നിന്ന് കേൾവിയൊക്കെ ഈശോ സുഖപ്പെടുത്തിക്കോളും. ഇത് കേൾക്കാതെ ഈശോയ്ക്ക് മായ്ച്ചു കളയാവേ. ഇനി പറയാൻ വരുന്നവരുടെ നാവിനെ നിയന്ത്രിച്ച് കളയാം. അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി. എന്തോ പിന്നെ പക്ഷേ നമ്മൾ നല്ലതുപോലും യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്നുണ്ട്. ഈ നമ്മൾ ഈ കർമ്മലമല കയറ്റം അങ്ങനെയുള്ള ആ ഏറ്റവും വലിയ ഹയസ്റ്റ് സ്പിരിച്വൽ മിസ്റ്റിക്കൽ ഒരു തിയോളജി അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ ക്രൂസ് പറയുന്നത്, ഇപ്പം നമ്മുടെ ചെവിയും കൊണ്ട് നമ്മുടെ ചെവിക്ക് ഒരു നല്ലത് കേൾക്കാനുള്ള ഒരു കൊതിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിനെ ആ ചെവിയെ സുഖപ്പെടുത്തുന്ന അല്ല അതിന് വലിയൊരു സുഖം നൽകുന്ന ഭക്തിഗാനമാണെങ്കിൽ കേട്ടാൽ പോലും ഇല്ലേ അത് ചള്ളാന്നാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത്. നല്ല കാര്യങ്ങൾ പോലും ഈ നമുക്ക് ചെവിക്ക് ഒരു സംഗീതം നൽകി അതിനൊരു സുഖം നൽകാമെന്ന് കൂട്ടിക്കോ. അത് കേൾക്കാനായിട്ടാണ്, ആ സുഖമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഭക്തിഗാനം കേട്ടാൽ പോലും ചള്ളാന്നാ പറയുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ. അതിന് വേണ്ടിയാണെങ്കിലില്ലേ പലരും അങ്ങനെയായിരിക്കും. നല്ല പാട്ടൊക്കെ കേട്ടോണ്ട് പോകാനല്ല ഈശോയുടെ സ്നേഹമായിരിക്കില്ല. അങ്ങനെ കേട്ടോണ്ട് പോകുന്നതും യോഹന്നാൻ ക്രൂസ് ആ മിസ്റ്റിക്കൽ ഇതിൽ പറയുന്നത് അത് അത്ര പന്തിയല്ലെന്നാ പറയുന്നത്. നമുക്ക് ഈണോ നമുക്ക് പ്രശ്നം. അതിന് നമ്മൾ അതിനകത്ത് നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ ചെവിയെ സുഖിപ്പിക്കാനാണെങ്കിൽ അതെ അത് അങ്ങനെ പാടില്ലെന്നാ യോഹന്നാൻ ക്രൂസ് പറയുന്നത്. ഇപ്പം നമ്മളൊരു യോഹന്നാൻ ക്രൂസ് പറയുന്ന ഒരു കയ്യേ നമുക്ക് കൈക്ക് സ്പർശന സുഖം ഉണ്ടല്ലോ മിനുസുള്ളത്തേലൊക്കെ ചെയ്താലേ. അത് ഇപ്പൊ നമ്മൾ നല്ല കുഷ്യനേല് ഈ കൈയും കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യാന്ന് കൂട്ടിക്കൂ, അതിനെ കരൈസ് ചെയ്ത് അതിൽ നിന്നൊരു ഈ സ്പർശനത്തിന്റെ ഒരു നല്ല സുഖമേ ആ ഒരു സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ അത് നമ്മൾ അനുഭവിക്കുവാണെങ്കിൽ അതും തെറ്റാന്നാ പറയുന്നത്. അതൊരു വലിയ 6-ാം പ്രമാണത്തിന്റെ ലംഘനത്തിലേക്ക് പോലും നയിക്കാന്നാ യോഹന്നാൻ ക്രൂസ് പറയുന്നത്. അങ്ങനെ പോലുവേ നമ്മൾ നോക്കുമ്പോൾ ഒരു തെറ്റ് കാണത്തില്ല. പക്ഷെ നമ്മുടെ ഈ സ്പർശനത്തെ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ടേ കുഴപ്പമില്ലെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കുഷ്യനല്ലേ. അങ്ങനെയൊക്കെ യോഹന്നാൻ ക്രൂസ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പേടിക്കണ്ട. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ അതിനകത്തൊക്കെ എന്തോ നമ്മള് ദൈവം ആഗ്രഹിക്കാത്ത ഒരെണ്ണവേ ഇത് അങ്ങനെയൊക്കെ ഉണ്ടേ നമ്മൾ. കാരണം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേക്കുന്നതും എല്ലാം ദൈവം നോക്കുന്നല്ലേ. അങ്ങനെ ഉണ്ടേ. അപ്പം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ സെമിനാരിയിൽ ഇപ്പോഴും കാണുമായിരിക്കും ഈ നമ്മളിങ്ങനെ ഈ കാലിട്ട് ഇങ്ങനെ ആട്ടുകയല്ലേ. അതൊക്കെ ഭയങ്കര പൗളായിട്ടാ. അതൊരു ഇതേ അങ്ങനെ പാടില്ലെന്നോ. അതെ ഒത്തിരി പുസ്തകങ്ങളിൽ അത് ഈ ആത്മീയ പുസ്തകങ്ങളിൽ അതിൻ്റെ ഇങ്ങനെ നമ്മൾ അങ്ങനെ എന്തോ അത് നമ്മൾ വേറുള്ളവരെങ്ങനെ ഇങ്ങനെ കാലിങ്ങനെ കണ്ടിട്ടില്ലേ. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് പോലെയല്ലേ എന്തോ ഒരേ. ഇപ്പോൾ ഒരു നമ്മളൊരു മോഡസ്റ്റ് അല്ലാതെ ഒരു പെങ്കൊച്ച് എവിടെയെങ്കിലും വന്നിരിക്കുന്നുണ്ട് നമുക്ക് ഏതാണ്ട് പോലെയല്ലേ. നല്ലപോലെ വെൽ ഡ്രസ്സഡായിരിക്കും. പക്ഷെ ഇരിക്കേണ്ട ഒരു പെങ്കൊച്ചിരിക്കേണ്ടതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അല്ല നമ്മളും നമ്മളാണേലും ചുമ്മാ മേക്കൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്തോ ഒരു പതികേടല്ലേ. എന്തോ നമ്മളെ അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കാണുന്നവരെ. പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലുള്ളവരൊക്കെ ആണല്ലേ. നമ്മുടെ ദൈവം നോക്കുന്നുണ്ട്. അതാ ഈശോ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേക്കുന്നതും എല്ലാം നോക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത് വേണം, എപ്പോഴും വേണം. അത് നമ്മൾ അന്നേരം ദൈവത്തിന്റെ കണ്ണിന് 10,000 സൂര്യന്റെ വെട്ടമാണെന്ന് ഓർക്കണേ. അത് ദൈവം നമ്മളെ തെറ്റ് കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ലേ. നമ്മളിവിടെ അന്ന് പറഞ്ഞോന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ എന്തോ ഞാൻ നല്ലൊരു ഉദാഹരണം നമുക്കിങ്ങനെ കിട്ടിയതേ. ഇപ്പം ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ആദ്യം DTP ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു പ്രൂഫ് റീഡിങ് നടത്തുമല്ലോ അല്ലേ, അറിയാമല്ലോ.
അപ്പോൾ അത് നമ്മൾ നടത്തുന്ന ആൾ ഒരുമാതിരി നല്ല അറിയാവുന്ന ആളല്ലേ അത് നോക്കുകയുള്ളൂ. അതിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പാണ്ഡിത്യമുള്ളവരാണല്ലോ അത് നോക്കുന്നത്. അവരിത് ശ്രദ്ധിച്ച് നോക്കുന്നത് ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാനല്ലല്ലോ, യഥാർത്ഥത്തിൽ ശരിയാക്കാനല്ലേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഭയങ്കര സൂക്ഷ്മമായിട്ടായിരിക്കും നോക്കുന്നത്. പക്ഷേ അവർ ആ തെറ്റ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഫൈനൽ കോപ്പി പ്രിൻ്റ് എടുക്കുമ്പോൾ അത് ഒരു ഇൻഫർമേഷനും ഇല്ലാതായിരിക്കാൻ വേണ്ടിയല്ലേ. എന്ന് പറയുന്ന പോലെ ദൈവം നമ്മളെ സൂക്ഷ്മതയോടെ ഈ 10,000 കണ്ണിൻ്റെ കാഴ്ചയിൽ നമ്മളെ നോക്കുന്നത് നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കാനല്ല, നമ്മുടെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള അവിടുത്തെ പുത്രൻ്റെ തന്നെ ഒരു കോപ്പിയായിട്ടേ അത്രയും ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നതേ. അപ്പോൾ അതിന് നല്ല കാഴ്ച വേണമല്ലോ. അല്ലാതെ നമ്മളെ എങ്ങനെയും ഇത്രയും സ്നേഹപൂർവ്വം സൃഷ്ടിച്ചിട്ട് നമ്മുടെ തെറ്റുകളും അതും ഇതെല്ലാം കൂടെ കണ്ടുപിടിച്ച് എങ്ങനെയും ശിക്ഷിക്കാനല്ലല്ലോ ദൈവം നോക്കുന്നതേ. ആ ഒരു സ്നേഹം നോട്ടം. അത് പ്രൂഫ് റീഡിങ്ങിനെ പോലെ വേറെ ഒരു ഉദാഹരണം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. അത് നമ്മളും നോക്കണം. അങ്ങനെ നമ്മളിലേക്ക് തന്നെ നമ്മളിലെ എല്ലാ ഇൻപെർഫെക്ഷൻസും മാറ്റിയിട്ട് അതെല്ലാം ദൈവം വചനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടേ. വില കെട്ടതൊന്നും പറയാതിരിക്കാനും അങ്ങനെയൊക്കെ സത്വചനങ്ങൾ മാത്രം പറയാനും ഈശോ പറയുന്നുണ്ടല്ലോ. കെയർലെസ് ആയിട്ട് പറയുന്ന എല്ലാ വാക്കിനും കണക്ക് കൊടുക്കണമെന്നാണ് ഈശോ പറഞ്ഞതേ. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളൊരു നല്ല വാക്ക് പോലും ആണേലും കെയർലെസ് ആയിട്ട് പറഞ്ഞാൽ അത് കണക്ക് കൊടുക്കേണ്ടതായിട്ട് മാറുവേ. നല്ല വാക്ക് പോലും കെയർലെസ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് ഇമ്മ പറഞ്ഞാലേ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെയാണ് ചില തമാശയൊക്കെ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനും പഠിച്ചോണ്ടിരിക്കുക. നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട ഒന്നും വിഷയമല്ലേ, ദൈവത്തെ സന്തോഷിപ്പിക്കേണ്ടല്ലേ വിഷയം. എന്ന് മാത്രമല്ല, നമ്മൾ ആത്മീയ പുരോഗതിയിൽ നല്ല ആത്മീയ മനുഷ്യനായിരിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒന്നും പറയാതെ മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സന്തോഷം കൊടുക്കാമല്ലോ. നമ്മൾ ചുമ്മാ ചിന്തിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു മിഥ്യാധാരണ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞാലേ അല്ലെങ്കിൽ അങ്ങനത്തെ കോമാളിത്തങ്ങളൊക്കെ കാണിച്ചാലേ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഈശോയും മാതാവ് ഒരു തമാശ പറഞ്ഞതായിട്ടോ കെയർലെസ് ആയിട്ടൊരു വാക്ക് പറഞ്ഞതായിട്ടോ നമുക്ക് വചനത്തിലില്ലേ. അവരെയാണല്ലോ നമ്മൾ മോഡലാക്കണ്ടേ. അവർ പറഞ്ഞ എല്ലാം വചനമായി. അങ്ങനെയുണ്ട്. പുസ്തകന്മാരും ഒന്നും പറഞ്ഞായിട്ട് പറയുന്നില്ലല്ലോ. ഇല്ല, അവർ പറഞ്ഞതെല്ലാം നമുക്കത് അങ്ങനെ പറയരുതെന്നുള്ളതിൻ്റെ സൂചനയും കൂടെയാണ്. ഏതേലൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടേലുവേ. അങ്ങനെ അല്ല, പത്രോസിലായും അവർ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഓരോന്നേ. അപ്പം അത് സുവിശേഷങ്ങളിലേ അത് അന്നേരം വചനമാകുന്നില്ല. അങ്ങനെയാ. പക്ഷെ ലേഖനത്തിൽ പറയുമ്പം വചനമാകുക. വചനമനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നല്ലപോലെ പ്രവേശിച്ചാൽ മതി. ജീവിതത്തെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മഹാജൂലിയുടെ അന്തരീക്ഷത്തിലേ ഈശോ വചനം മാംസമായല്ലോ ആദ്യയിലുണ്ടായിരുന്ന ദൈവമേ. അപ്പം അതൊരു ദൈവത്തിൻ്റെ നമ്മളിലേക്കുള്ള ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണേ വചനമേ മാംസമായിട്ട് വന്നതേ. നമ്മൾ ആദത്തിൽ നിന്ന് ജനിച്ച് നമ്മളെല്ലാവരും മാംസമാണ് നമ്മളെ. ഈ മാംസമായ നമ്മൾ ഈശോയുടെ സുവിശേഷവും ലേഖനങ്ങളിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വചനം നോക്കിയിട്ടേ നമ്മൾ അങ്ങനെ വചനമായിട്ട് അവസാനം നമ്മളും ഈശോയെ പോലെ വചനം മാംസമായ ഇതായി മാറുവേ. അങ്ങനെ ആകാം നമുക്കും. ആ മാംസമാകണം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന മാംസമല്ല. ഈശോ വചനം മാംസമായ മാംസമാണല്ലോ. നമ്മളിപ്പോൾ ആദത്തിൽ നിന്ന് ജനിച്ച ജഡിക മാംസമാണ്. അതെ, അത് മാറി വചനം പാലിച്ചേ വചനമെല്ലാം ഇഷ്ടം. ഒത്തിരി വചനങ്ങൾ നമുക്ക് പാലിക്കാനും ജീവിക്കാനും എല്ലാം വെച്ചിരിക്കുകയാണല്ലോ. അത് പാലിച്ച് നമ്മളങ്ങനെ ഈശോ വചനം മാംസമായിരിക്കുന്ന പോലത്തെ ഒരു വചനം മാംസമാവും നമ്മളുവേ. അങ്ങനെ ആകാം. അതിനായി ഈ വചനം എല്ലാം വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് ഈശോ പറഞ്ഞത് മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാനുമല്ല, എല്ലാ വചനങ്ങൾ കൊണ്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നേ. അത് അങ്ങനെയാണ് നമ്മുടെ ജീവൻ വെച്ചിരിക്കുന്നത്. അപ്പം കൊണ്ടല്ലെന്നല്ലേ. അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം ഇതിന് വേണമായിരിക്കും. പക്ഷെ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ വചനമെല്ലാം ഉണ്ട്. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വചനം നല്ല ലേഖനമോ അല്ല മലയിലെ പ്രസംഗമോ ഈശോയുടെ സുവിശേഷം എടുത്ത് നോക്കിയാൽ നമുക്ക് പാലിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണേ. അത് കുറേ വചനങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഒത്തിരി വചനങ്ങൾ നമ്മൾ പാലിക്കാൻ അതിനൊരു വ്യാഖ്യാനം ഇല്ലാതെ നമുക്ക് പാലിക്കാവുന്നതാണേ. ഈ നമുക്ക് മനസ്സിലാകിയല്ലാത്ത ഈ കല്ലുകടി അല്ലെ നമുക്ക് പറ്റിയല്ലാത്ത വചനങ്ങൾ നമ്മുടെ അടുത്ത് ചുമ്മാ അതിന്റെ അർത്ഥം എന്നായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് പട്ടി എല്ലു കടിക്കുന്ന പോലെ ഇരിക്കുവുള്ളേ. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് ദൈവം തന്നെ എന്തോ ഡയറക്റ്റ് ആയിട്ട് മജ്ജയും മാംസവും നമുക്ക് വിരുന്നായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടേ. അത് നമ്മൾ എടുത്ത് ഭക്ഷിക്കുന്നുമില്ല. നമുക്ക് പിടികിട്ടിയല്ലാത്തത് എടുത്ത് ഇങ്ങനെ കടിച്ച് ഈ മജ്ജയ്ക്കകത്ത് അല്ല എല്ലിനകത്താണല്ലോ മജ്ജ ഇരിക്കുന്നത്. നമ്മളിത് കടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഏതാണ്ട് പൊട്ടുകയറി നമുക്കൊട്ട് അറിയുകയും ചെയ്യാം, എന്നാൽ ചുമ്മാ അങ്ങ് അടിച്ചേക്കാം എന്നുള്ള രീതിയിലേ. അതുകൊണ്ട് നമുക്ക് മജ്ജയും മേധസ്സും എടുത്തേ കഴിക്കാനൊട്ട് പറ്റുന്നുമില്ലേ. അതുകൊണ്ട് നമ്മൾ പുഷ്ടിപ്പെടുന്നില്ല. അതൊരു വലിയ എന്തോ അത് ഈ വർഷങ്ങളിൽ നല്ലപോലെ നോക്കി ഒന്ന് എഴുതിയെടുക്കുമ്പോൾ തന്നെ നമ്മളെ വചനത്തോടും ഈശോയെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞത് വിശ്വസിക്കാന്നാണല്ലോ അല്ലേ? അല്ല ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈശോ പറഞ്ഞ വചനങ്ങളാണ് നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈശോയെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഇതേ. അപ്പോൾ അത് നമ്മൾ ഓരോന്നും അത്ര ഗൗരവത്തിലെടുക്കണം. നമ്മൾ ചുമ്മാ പാസീവായിട്ടൊന്ന് വായിച്ചു പോകുന്നു എന്നല്ലാതെ പോവല്ലേ. നമ്മൾ പാലിക്കാവുന്ന വചനങ്ങളെല്ലാം ഗൗരവത്തിൽ വായിച്ച് അതിനകത്ത് നിന്ന് കണ്ടെത്തി എഴുതിയെടുത്ത് അത് ജീവിക്കാൻ തുടങ്ങുമ്പം വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങുമേ. എന്നാലും ശരിക്കും ഉത്തമ അനുതാപമൊക്കെ അന്നേരം ഉണ്ടാകുന്നേ. അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊന്നും ഒത്തിരി വർഷങ്ങൾ പോലും എടുക്കില്ല. ഒരു വർഷം നല്ലപോലെ നോക്കിയാൽ നമുക്കിതെല്ലാം എഴുതിയെടുക്കാനേ ഉള്ളൂ. അങ്ങനെ അന്നേരം എഴുതിയെടുക്കാൻ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുക കാര്യങ്ങളെ. അതെല്ലാം നമ്മുടെ ശ്രദ്ധയപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഇപ്പം നമ്മൾ ഒറ്റ വായനയ്ക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതെ. നല്ലൊരു ബുക്ക് എടുത്തിട്ട് നല്ല പേപ്പർ നല്ലപോലെ എടുത്ത് അത് നല്ലപോലെ എഴുതണം. അന്നേരം ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പാലിക്കേണ്ടതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെടുക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ കൈകൾ, നമ്മുടെ കാത്, നമ്മുടെ പാദങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമം മാത്രം എടുത്താൽ മതി. പഴയ നിയമത്തിൽ പോയാൽ നമ്മൾ ഈ ലോകാവസാനം വരെ ഇരുന്നാലും തീരത്തില്ല കാര്യങ്ങളെ. പഴയ നിയമം ഇതിൻ്റെ ഇതായത് കൊണ്ട് നമുക്ക് ഈ സബ്സ്റ്റൻസ് ഈശോയിലുണ്ടല്ലോ, സത്തയുണ്ടേ. അപ്പോൾ നമുക്കിവിടെ പുതിയ നിയമത്തിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ അതിനകത്തൊന്നും കൂടെ വേണേൽ കുറേ കൂടെ മനസ്സിലാക്കാതിരിക്കും. ഇല്ലെങ്കിൽ പോലും നമുക്ക് പുതിയ നിയമത്തിൽ കിട്ടും. അതെ, പഴയ നിയമത്തിൽ അതിൻ്റെ നിഴലിൽ പിന്നെ വായിക്കുമ്പോൾ മനസ്സിലായിക്കോളും കാര്യങ്ങളെ. അങ്ങനെ അങ്ങ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത് കാണും. അന്നേരം എന്തേറിയാന്നറിയോ? ദൈവമേ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും അന്നേരം വാതുറന്ന്. അല്ലാതെ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്കേ അന്നേരം നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ ഹൃദയം എന്നൊക്കെയുള്ള വാക്ക് ഓരോ സുവിശേഷത്തിലും എത്ര പ്രാവശ്യം വന്നറിയാവോ? അത് ഹൃദയം ചുമ്മാ ഹൃദയം എന്ന് മെൻഷൻ ചെയ്തിരിക്കുകയല്ലേ. നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം അതിനകത്ത് പറയുക. അത് 10, 12, 15 പ്രാവശ്യമൊക്കെ ഉണ്ട് ഓരോ സുവിശേഷത്തിലുമേ. അതെല്ലാം കൂടെ എഴുതിയെടുക്കുക. എന്നുവെച്ചാൽ അത് ആ വചനങ്ങൾ ആവർത്തിച്ചിരിക്കുന്ന കാണുവേ. അപ്പോൾ അതൊന്നും നമ്മൾ നല്ലപോലെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മുടെ മൈൻഡൊക്കെ പഴയ ഈ ലേഖനങ്ങളിലാണ് കൂടുതലും പൗലോസ്ലീഹായ മൈൻഡിനെ കുറിച്ച് ഒത്തിരി പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അന്നേരം പിടികിട്ടും നമുക്ക്. അങ്ങനെ നമ്മുടെ നാവ് എങ്ങനെയായിരിക്കണമെന്ന് ഈ ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ പറയും. നമ്മുടെ കണ്ണെങ്ങനെയായിരിക്കണമെന്ന് വചനങ്ങളിൽ കൂടെ കാണും. അതെല്ലാം ഉണ്ടെന്നേ. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അന്നേരമാണ് നമ്മുടെ ഒരു ആത്മീയ മനുഷ്യൻ്റെ അല്ലെ വചനം അനുസരിച്ചുള്ള ഒരു മനുഷ്യൻ്റെ കണ്ണെങ്ങനെയായിരിക്കണമെന്ന് അന്നേരം നമുക്ക് പിടികിട്ടും. നമ്മുടെ നാവ് എങ്ങനെയായിരിക്കണമെന്ന് അന്നേരം പിടികിട്ടുവേ. നമ്മുടെ പാദങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അന്നേരം പിടികിട്ടും. അങ്ങനെ ഓരോന്നുവേ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഈശോ ആരാന്ന് അന്നേരം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ലേഖനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ എന്തേരെയാണെന്നറിയോ, നമ്പർ ഇട്ടാൽ നമുക്ക് 100 കണക്കിന് പ്രാവശ്യമാണ് ഈശോ എന്തായിരിക്കണം എന്ന് ഉള്ള ഈശോ ആരാന്നുള്ളത് പറയുന്നതേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈശോ മാത്രമായിട്ടല്ലേ നിൽക്കുന്നേ. ഈശോയെ നമ്മൾ അറിയണമെങ്കിൽ അങ്ങനെ ലേഖനങ്ങളിലൂടെ ഒന്ന് പൊക്കെ, അന്നേരം ഈശോ ആരാണെന്ന് മനസ്സിലാവും.
സഭ എന്താണെന്ന് മനസ്സിലാവും വചനത്തിൽ നിന്നേ. അങ്ങനെ ഓരോന്നും മനസ്സിലാവും. അന്നേരത്തിന് നമുക്ക് ഭയങ്കര നമ്മുടെ ആത്മാവിൻ്റെ തൃപ്തിയുള്ള ആത്മീയ ജീവിതത്തിലേക്ക് മജ്ജ മേധസ്സും കൊണ്ടുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരായി മാറും നമ്മൾ. ഇത് പറ്റ ദാരിദ്ര്യത്തിൽ നമ്മൾ പോവുകയാണേ. നമുക്ക് ജീവന്റെ സമൃദ്ധി ഇല്ലല്ലോ. നമുക്ക് ജീവന്റെ സമൃദ്ധി കിട്ടും, ഉറപ്പാ. അത് നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും മനസ്സ് വെച്ചാലേ. ഇങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ സമയം നമുക്ക് ഓരോ സമയവും ഫലപ്രദമാക്കാതെ. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുക. അല്ല ഇപ്പം ഓക്കെ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പൊതുവെയുള്ള മാനഭാഗങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, പിന്നെ എന്നാ എല്ലാ പ്രാർത്ഥന കുഴപ്പമില്ല, എൻ്റെ രീതി ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ എൻ്റെ ഈ അപ്പം ഞാൻ ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അപ്പം ബുദ്ധിപരമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ ഇങ്ങനെ എന്താ പറയാ സിനിമകൾ അല്ലെ ഇങ്ങനെ ലോകത്തിന്റെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഒരു മാർപ്പാപ്പാന്ന് തോന്നുന്നു മറ്റേ ഇങ്ങനെ എന്നാ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് എന്നാ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്നാ ഉപേക്ഷിക്കണം എന്നുള്ള പോഷത്വം ആരാ പറഞ്ഞ അങ്ങനെ എന്തൊരു അല്ലേ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് നിങ്ങളുടെ സന്തോഷങ്ങൾ ഉപേക്ഷിക്കണം എന്ന് നിങ്ങളോട് എന്ന പോഷത്വം നിങ്ങളോട് ആരാ പറഞ്ഞ അങ്ങനെ പറഞ്ഞൊരു കറക്റ്റ് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു കോട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും അതായത് അപ്പം ഞാൻ സ്നേഹിക്കുന്നത് അത് ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത് ഞാൻ സ്നേഹം അനുഭവിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൊ അന്നേരം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കംഫർട്ട് സോൺ എന്നുണ്ടല്ലേ. പക്ഷെ എൻ്റെ അതായത് എൻ്റെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടെന്നാണ് ഞാൻ സ്നേഹിക്കേണ്ടത്, അതോ ദൈവത്തിന്റെ ആ ഒരു ഇഷ്ടം നോക്കിയാണ് ഞാൻ മനസ്സിലായി. അപ്പൊ ഞാനത് എങ്ങനെയാ സ്നേഹിക്കുന്നത്? അപ്പൊ അന്നേരം ആ സ്നേഹത്തിന് കുഴപ്പമുണ്ടാവും? അതായത് എന്നോട് ഞാൻ എന്തോ പറഞ്ഞപ്പോ എന്നോട് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് ചോദിച്ചാ ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ എന്നോട് അതെങ്ങനെ പറയുന്നേ? മനസ്സിലായി. നമ്മളിങ്ങനെ ദൈവം എന്ന് പറഞ്ഞ് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അതായത് എൻ്റെ കംഫർട്ട് സോൺ എന്ന് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ സ്നേഹം, അതോ ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ദൈവത്തെ സ്നേഹിക്കണ്ടേ? അതോ എൻ്റെ ഒരു നമ്മളെപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ലേ പറ്റത്തുള്ളേ. അത് അല്ലാതെ നമ്മളിപ്പം അല്ലാതെ പോകുന്നതാണ് നമുക്ക് ഈ പരിക്ക് പറ്റിയത്. എല്ലാവേ നമുക്കല്ലാതെ തന്നെ നല്ലപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കായിരുന്നു മൊത്തം ഊർജവും കൊണ്ടേ. അപ്പം നമ്മളിപ്പം കൊടുക്കുന്ന ഈ പഠനത്തിനും ഇതിനൊക്കെ കൊടുക്കുന്ന നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പാവത്തിൻ്റെ നമുക്ക് ഇതുള്ളത് കൊണ്ട് ഈ ബ്രെയിനൊക്കെ ഈ ഡാർക്ക്നെസ് ഉള്ളത് കൊണ്ട് ഇതുപോലെ പഠിക്കാനും ഒക്കെ നമ്മൾ ഊർജ്ജം കൊടുക്കേണ്ടതേ വരുന്നത്. നല്ല ദൈവസ്നേഹത്തിലും നല്ല ഇതിലാണെങ്കിലും ഇതൊന്നും വേണ്ടി വരത്തില്ല. അങ്ങനെ ഇത്രയും എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എഫോർട്ടും ഇല്ലാതെ ദൈവത്തിന് നമുക്ക് ഇങ്ങോട്ട് ജ്ഞാനമൊക്കെ തരാം. ജ്ഞാനവും തരാം, നമ്മളെ എന്തോ എല്ലാം നമുക്ക് ദൈവത്തിന് തരാൻ പറ്റുവേ. നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പോകുന്നതേ. അന്നേരം ശരിക്കുള്ള ജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ വേണമെന്നുള്ളതൊക്കെ പിന്നെ അടുത്ത ഇതാണല്ലോ. ഇപ്പം നമ്മൾ സങ്കീർണതകൾ സൃഷ്ടിച്ചിട്ടാണല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് സങ്കീർണതകൾ സൃഷ്ടിച്ചാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതേ. ഇപ്പം നമുക്കിവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് പറയുകയും ചെയ്യാം. ഇപ്പം നമുക്കിവിടെ എന്ന് പറഞ്ഞ് ഇപ്പം ആൾക്കാരൊക്കെ മേടിച്ചു തന്നിട്ടാണ് ഇത്രയും സാധനങ്ങളും ഇത്രയും പാത്രമൊക്കെ ഉള്ളത്. ഇച്ചിരി എടുത്ത് കളയണമെന്നും കൂടി ഇരിക്കുക, എല്ലാം കൂടെ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ. വാസം പറഞ്ഞാൽ കൊച്ചെ ജീവിക്കാൻ വേണ്ടി കുറച്ച് അരി നമ്മൾ നോക്കിക്കഴിയുമ്പോഴേ കുറച്ച് എന്നതേലും ഇച്ചിരി ഒരു കുഞ്ഞു കറിയും ഒരു മുളക് പൊട്ടിച്ച് വല്ല ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകാമല്ലോ. ഇത്രയും പാത്രങ്ങൾ വേണോ? ഇത്രയും ഇതൊന്നും വേണ്ടേ? ഇപ്പം നമ്മൾ തന്നെ ഇതേരെ ഈ ഒത്തിരി ഡ്രസ്സെല്ലാം കൂടെ മേടിച്ച് വെക്കുന്നതുകൊണ്ട് ഇതല്ലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് എന്തേരെ പാത്രങ്ങൾ ആവശ്യമില്ലാത്ത ലോകാവസാനം ആയാലും എടുക്കാത്ത പാത്രങ്ങളല്ലേ നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മേടിച്ചു വെക്കുന്ന പുസ്തകങ്ങൾ എന്തോ എന്തേറെ സാധനങ്ങളാ, എന്തേറെ വസ്ത്രങ്ങള് നമുക്ക് തന്നെ.
എന്തെല്ലാം സാധനങ്ങൾ, അങ്ങനെ പുസ്തകങ്ങൾ, നമുക്കൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്. ചിലർക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങൊരു ഇടയ്ക്കൊരു തോന്നും പുസ്തകമൊക്കെ കുറേ ഉണ്ടായാലോ ഞാനും ഉണ്ടാവുള്ളൂ, അങ്ങ് മേടിക്കാൻ തുടങ്ങും പുസ്തകം. ഇതൊരിക്കലും മേടിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന അന്നാരം അല്ലാതെ അത് കൈ കൊണ്ട് തൊടത്തില്ല. അങ്ങനെ പുസ്തകങ്ങൾ എന്തേരം ചുമ്മാ നമ്മൾ മേടിച്ചു വെക്കുന്നറിയോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഒരു റേഞ്ചും പെടാതെ നമ്മളെ സങ്കീർണതപ്പെടുത്തുക. ഇത് ശരീരം കൂടെ കൂടിയേ. വാസം പറഞ്ഞ് ഇത് ജീവിക്കാൻ ഇതൊന്നും വേണ്ട. നമുക്കൊരു നല്ലൊരു അത്യാവശ്യം കിടക്കാൻ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് വസ്ത്രവും ഭക്ഷണമാണെങ്കിൽ തൃപ്തിപ്പെടാന്ന. പാർപ്പിടം പോലും പൗലോസ്ലീഹ പറയുന്നില്ല അങ്ങനെ ജീവിക്കാൻ വേണ്ടി. നമുക്കിപ്പോൾ ഏതൊക്കെയാലും ഭൂമി നമുക്ക് ശരീരം ഉള്ളതുകൊണ്ട് എങ്ങനെയായാലും നമ്മൾ ജീവിച്ചു പോകും. അപ്പം നമ്മൾ ഈ വലിയ കെട്ടിടങ്ങളും ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ഇതാക്കുമല്ലേ, സങ്കീർണപ്പെടുത്തുമല്ലേ കാര്യങ്ങളെ. പക്ഷെ അത് ഈ കോമൺ സ്റ്റാറ്റസിൽ നമ്മൾ അതിനെയെല്ലാം ന്യായീകരിച്ചിങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ മനുഷ്യർ ജീവിക്കുന്നുമുണ്ട്. നല്ല വിശുദ്ധി ജീവിക്കുകയാണെങ്കിൽ മനുഷ്യർ സന്തോഷമുണ്ട്, സാധനങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യനെ അങ്ങനെ ആക്കിയത് ഏതനില്ലേ. പഴം നിന്ന് ജീവിച്ചാൽ മതിയായിരുന്നു അവന്. ഈ പാവം ചെയ്തതോടെ പ്രശ്നം എല്ലാം ഉണ്ടായത്. അങ്ങനെ അന്നേച്ചാണ് ഇവന് സങ്കീർണതകളെല്ലാം സൃഷ്ടിച്ച് ഈ സന്തോഷം തേടാൻ വേണ്ടി തിരിഞ്ഞും എല്ലാ രീതിയിലും ശ്രമം നടത്തുക. എന്നിട്ട് അവസാനം സന്തോഷം കിട്ടുന്നില്ലല്ലോ. എന്നിട്ട് ജോർജുട്ടി പറഞ്ഞ പോലെ സന്തോഷത്തിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ സന്തോഷമല്ലേ കിട്ടുന്നത്. ആ വാക്കിൽ തന്നെ ദോഷമാണല്ലോ. പക്ഷെ നമ്മളീ ശരീരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നോക്കേ സന്തോഷമാണെന്ന് കരുതിയല്ലേ. പക്ഷെ അത് ഒറിജിനൽ സന്തോഷമല്ലല്ലോ. സന്തോഷമല്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് മനസ്സിലാവും. അതാ നമ്മളെ ഒത്തിരി അന്ധകാരത്തിലാണ് നമ്മളെ. അതുകൊണ്ടാ നമ്മൾ മറ്റുള്ളവരുടെ ഈ സ്റ്റാറ്റസിലൊക്കെ നമ്മളെ കാണുന്നത്. നമുക്കൊരു സുവിശേഷ ധൈര്യം നമുക്കില്ലേ, ഒരു സുവിശേഷ ധൈര്യമേ. ആൾക്കാരെല്ലാം കൂടെ പറയുന്നതുകൊണ്ട് നമ്മളത് നമ്മളാകാൻ നോക്കുക. അപ്പം നമുക്ക് ഒരു അത്യാവശ്യം വസ്ത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പാൻസ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ 25 വർഷമായി. ആ പാൻസ് ഒരെണ്ണം കയറുമ്പോൾ അടുത്ത മേടിക്കും. ഇത് ഈ മഴക്കാലത്ത് നനഞ്ഞും പറക്കുകയും ചിലപ്പോൾ ഇച്ചിരി മണമൊക്കെ ആർക്കെങ്കിലും വന്നിട്ട് കാണും. എന്നാലും ദാരിദ്ര്യത്തിന്റെ സുഗന്ധം പോലെ എനിക്ക് തോന്നുന്നതേ അത്രയും മതി. ഒരുമാതിരി ഒരു വലിയ ചെളി പിടിച്ചിങ്ങനെ ഇരിക്കുകയല്ലാത്ത ഒരാളിക്ക് പെട്ടെന്ന് വാഷ് ചെയ്യപ്പെടാവുന്ന ഒരു പാൻസ് ആണെങ്കിൽ നിങ്ങൾ 1 2 എടുത്തോ. അല്ല അങ്ങനെ ഇത്രയും പാൻസ് വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കേ. നമ്മൾ എന്തേരെ ഇപ്പം ഓരോ വീട്ടിലാണെങ്കിൽ ചീനിച്ചട്ടി ഒരെണ്ണം മതി പറഞ്ഞ എന്ത് ചീനിച്ചട്ടിയാ എടുക്കുന്നുമില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം എടുക്കാൻ വേണ്ടിയായിരിക്കും ഒരു സാധനം മേടിച്ചിരിക്കുന്നത്. അത് നമുക്ക് സങ്കീർണതയാ പക്ഷേ സങ്കീർണത ഉപേക്ഷിച്ചാലേ നമുക്ക് ഫ്രീഡം ഉണ്ടാകുവേ. അത് നമുക്ക് അങ്ങനെ ഒരു മനസ്സിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കൊച്ചിനിപ്പം സാഹചര്യത്തിൽ പറ്റിയാലെങ്കിലുവേ മനസ്സ് സെറ്റ് ചെയ്ത് അങ്ങ് പോയാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേനും അങ്ങനെ ആകാം. അടുത്ത ഒരു തലമുറയെ എല്ലാവർക്കും ഇപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതെല്ലാം കൂടെ മാറ്റാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഫിബ്രീസൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ധ്യാനം നിലനിർത്തി നിങ്ങളൊരു വീട് വെക്കാൻ നോക്കുമ്പം ഇപ്പോൾ ഉള്ള വീടിനേക്കാൾ ഇച്ചിരി കൂടെ ആയിട്ട് നോക്കാതെ നമുക്ക് ജീവിക്കാനാണ് വീട്. ഇത് ഇവിടുത്തെ ടെന്റ് കെട്ടി ജീവിക്കേണ്ടതാണ് ഈ ഭൂമിയിൽ. സ്ഥിര താമസക്കാരല്ലല്ലോ നമ്മള്. അപ്പൊ അവിടെ നമുക്ക് ഒരു അത്യാവശ്യം ഉള്ളൊരു വീട്, അത്യാവശ്യമുള്ള വസ്ത്രം, അത്യാവശ്യമുള്ള പാത്രങ്ങൾ, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. ഇതെന്തു വലിയ സങ്കീർണതകളാണ് നമ്മൾ സൃഷ്ടിച്ചു പോകുന്നത്. പിന്നെ ഒന്ന് പെയിന്റ് അടിക്കണ എന്ത് കാശ വീട് വലിയത് വെച്ചാലേ. പിന്നെ ടാക്സ് വന്നാൽ അത് വേറെ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വലിയ വീട് വെച്ചവരിപ്പം ഇതടിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ മേടിച്ച വണ്ടിയല്ല കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതേ ക്ഷേത്രത്തിന് നികുതി ഉണ്ടല്ലോ, അത് വലിയ നികുതിയാണ് അവിടെയൊക്കെ. അന്നേരം അതടയ്ക്കാൻ പറ്റിയല്ലാഞ്ഞിട്ട് അവർ ചിലർ ഇന്നലെ ഞാൻ പറഞ്ഞു കേട്ടോ, ശരിയാണ് ഇതെന്ന് അറിയത്തില്ല. പക്ഷെ അവരവരുടെ മേടിച്ചിട്ടിരിക്കുന്ന കാറയിലൊക്കെയാണ് പോയി രാത്രി കിടക്കുന്നതെന്നേ. അപ്പം അങ്ങനെ എന്തെല്ലാം സങ്കീർണതകളാണ് ഞാൻ ഉദാഹരണമായി പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്തത് വായിച്ചുള്ള ജ്ഞാനങ്ങളെല്ലാം കൂടെ നേടി ഒരു കാര്യമില്ല അവസാനം വരുമ്പോഴേ. പിൻപിതാവ് പറയുന്ന പോലെ ഈശോയെക്കുറിച്ച് അറിയാമെങ്കിൽ അത് മാത്രം മതി. ഈശോയെക്കുറിച്ച് അറിയാതെ ബാക്കി എല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഒരു കാര്യമില്ലെന്നേ. എപ്പം പോയാലും നമ്മൾ റെഡി ആയിട്ടിരിക്കണം. നല്ലപോലെ നമ്മുടെ ആത്മാവേ കൃപയിലാണെങ്കിൽ അതാ നമ്മൾ നോക്കണ്ടേ.
നമ്മൾ അത് വെച്ച് ബാക്കിയെല്ലാം നോക്കുന്നുണ്ട്. ആ അതൊഴിച്ച് ബാക്കിയെല്ലാം നോക്കണമെന്ന്. ശരിയാ. നമുക്ക് ആ ഒരു തിരിച്ചറിവിലോട്ട്, ആ ഒരു ഡാർക്ക്നെസ്സിന്റെ അപ്പുറത്തോട്ട് ഒരു തിരിച്ചറിവ് നമുക്ക്, അത് നമുക്ക് ധ്യാനം കൊണ്ടല്ല കിട്ടുന്നത്, അത് പാവത്തോട് മരിച്ചു കഴിയുമ്പോൾ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതേ. അതെല്ലാം നമ്മൾ ഇങ്ങനെ ധ്യാനിച്ച് കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് പാവത്തോട് മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ബുദ്ധിക്ക് പ്രകാശം കിട്ടുന്നത്. അന്നേരം കിട്ടിക്കോളും. അങ്ങനെ അപ്പൊ ഈ ബോധ്യം വന്നിട്ട് പാവം ഉപേക്ഷിക്കാൻ എന്നാ നടക്കത്തില്ല. പാവത്തോട് മരിച്ചു കഴിയുമ്പോഴാണ് നല്ല ബോധ്യം കിട്ടുന്നത്. അന്നേരം കിട്ടിക്കോളും. നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഈശോ എല്ലാം തന്നോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കേ ഫ്രീ വില്ല് തന്നിരിക്കുന്നതുകൊണ്ടേ ഇത് നമ്മളാ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പം ബാക്കിയെല്ലാം തന്നോളാം. അങ്ങ് ചെന്നാൽ മതി. സുബോധം ഉണ്ടായി തെറ്റിപ്പോയ അപ്പാന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അപ്പൻ നേരത്തെ തന്നെ തയ്ച്ചും മോതിരമൊക്കെ ഉണ്ടാക്കിയും ഷൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെന്നാൽ മതി. അന്നേരം നമുക്ക് ഈ ബോധ്യം ഇല്ലാതെ നമ്മളെങ്ങനെ ഈ പാവത്തെ ഉപേക്ഷിക്കൽ നടക്കുന്നത് ശരിക്കും? അത് എല്ലാവരിലും ബോധ്യമുണ്ട്. ഹീബ്രീസ് ഓർത്ത് നോക്കി, നമ്മളിലെല്ലാം ഇല്ലേ ഇത് നമുക്ക് ഉത്തമനിതാവും വേണമെന്നും ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ലെന്നും ഒക്കെ നമുക്കറിയത്തില്ലേ. നമ്മളറിയാമെങ്കിലും ഇങ്ങനെ അങ്ങ് പോകുമല്ലേ. നമ്മളിൽ നിന്നുണ്ടാകുന്ന, നമ്മൾ അനുദപിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഇല്ലാതെ നമ്മുടെ ഈ പോക്ക് മുഴുവനെ. അത് നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, ഇന്നാൾ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. ഈ നല്ല സമ്പ്രദായൻ്റെ ഉപമയ്ക്കകത്തേ അവർ പോകുന്നുണ്ടല്ലോ, പുരോഹിതനും ലേവായനും ഒക്കെ ഈ വഴി കിടക്കുന്ന ആളിനെ മുറിവേറ്റ് രക്തം അർത്ഥപ്രാണനായിട്ട് രക്തം ചിന്തി കിടക്കുക ഈ മനുഷ്യനെ വിട്ടിട്ട് ഇവരങ്ങ് പോവുക. സമ്പ്രദായം വന്നു ശുശ്രൂഷിക്കുന്നു. അത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ധ്യാനത്തിൽ കിടന്നാൽ നമുക്ക് ഈ ആന്തരികത പിടികിട്ടത്തില്ലേ. അതിന് വേറൊരെണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ നോക്കിക്കേ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് അല്ല നമ്മൾ ഈ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട് അർത്ഥപ്രാണനായിട്ട് രക്തം ചിന്തി കിടപ്പുണ്ട്. നമ്മൾ ഇവനെ അവിടെ കിടന്നിട്ട് അവനെ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നു, കുർബാന കൈക്കൊള്ളാൻ പോകുന്നു അല്ലേ. നമുക്ക് തന്നെ നല്ലപോലെ നോക്കി അറിയാം ഇവൻ ഈ ഭയങ്കരമായിട്ട് ഈ എന്നതാ ബ്ലീഡിങ്ങിലാണ് കിടക്കുന്നതെന്ന്, അല്ലെ അർത്ഥപ്രാണനായിട്ടാണ് കിടക്കുന്നത്. നീ അവിടെ കിട, നീ ചാവുകയാണെങ്കിൽ ചാവുക എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നത്. നല്ലൊരു നോക്കിയാലേ അങ്ങനെ ഒരു പോക്കുണ്ട് നമുക്ക്. ആ ഒരു ബൈപ്പാസിംഗ് ആണ് നമ്മൾ നിർത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതാ അതുകൊണ്ടായിരിക്കും ഈശോ പറയിപ്പിച്ചതേ. അന്നേരം നമ്മൾ ശരിക്കും നമ്മുടെ പാവത്തിന്റെ ലിസ്റ്റുമായിട്ടല്ല കുമ്പസാരിക്കാൻ പോകേണ്ടത്, നമ്മൾ പാവിയായിട്ടാണ് പോകേണ്ടത്. അതാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. നമ്മൾ കുമ്പസാരിക്കാൻ ഒരുങ്ങുന്ന അങ്ങനെ. അതുകൊണ്ടാണ് ദൈവത്തോട് ഒരു ഉത്തമ അനുതാവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. ഒരു പാവത്തിന്റെ ലിസ്റ്റും ഒക്കെ ആയിട്ട് ഇത് അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കാൻ പോവുക. അച്ഛൻ അങ്ങനെ ഇരിക്കുകയാണല്ലോ. നമ്മൾ അനുതാപിയല്ല, നമ്മൾ നമ്മൾ അനുതാപിയായിട്ടുമല്ല പാവിയായിട്ടുമല്ല പോകുന്നത്. പക്ഷെ നമ്മൾ പോകേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ പോകുമ്പോൾ കാര്യങ്ങൾ മാറ്റപ്പെടുവേ. ഒന്നുമല്ല. അതാ നമ്മൾ പോകുന്നേ. നമ്മൾക്ക് നമ്മുടെ പ്രശ്നം അതാ. നമ്മൾ നല്ലൊരു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇങ്ങനെയും പറ്റി ഇനിയിപ്പോൾ ഇത് കുമ്പസാരിക്കാനും പോകണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഈശോയെ വേദനിപ്പിച്ചോ അല്ല ഇതുമൂലം നമ്മളുടെ ഈശോ ആഗ്രഹിച്ച ആത്മീയ പുരോഗതിക്ക് തടസ്സം വന്നല്ലോ, അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം കൊറോണ കാലം, ഇനിയിപ്പോൾ അച്ഛൻ ചെന്നാൽ അവിടെ കാണുമോ, പോയാൽ കൊറോണ പിടിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല ഇനി പാവം ചെയ്യാതിരുന്നാൽ പോലും അങ്ങനെയാ പലപ്പോഴും. ഇനി വേണ്ടെന്ന് വെച്ചേക്ക്, ഇനിയിപ്പം കൊറോണ കാലമൊക്കെ അല്ലേ. ശരി, അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെക്കും നമ്മുടെ മനസ്സിലേ. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. എല്ലാം ലാഘവാ. They made light of it. ഈ കുരിശുലോഹനന്റെ ബുക്കിനകത്താണ് പറഞ്ഞത്. അതെ മോനെ, യോഹന്നാൻ ക്രൂസിന്റെ ഒരു 4 പുസ്തകമുണ്ടേ. കർമ്മലമാല കയറ്റം, ആത്മാവിൻ്റെ 2 രാത്രി, സ്നേഹഗീതം, സ്നേഹജ്വാല.
അങ്ങനെ ഇംഗ്ലീഷിൽ ആണെങ്കിൽ അതൊരു ഓളിയമായിട്ട് അവരുടെ സെൻറ്റ് ജോസഫ് പ്രസ്സുകാർ ഇറക്കുന്നുണ്ട്. ഒരു 10-750 പേജുണ്ട്. മലയാളത്തിലും അതുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടുമെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ കുറയാൻ കൂടെ. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി നമുക്ക് പിടികിട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ട് ഇംഗ്ലീഷും മലയാളത്തിലുമേ. എന്നാലും നമ്മൾ ആഗ്രഹിച്ച് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻസ് കിട്ടും. പക്ഷെ ജീവിക്കാൻ വായിച്ചാൽ അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. നല്ല ഏറ്റവും ഭയങ്കര കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കൽ തിയോളജി അതെ. അപ്പം അത് വായിച്ച് ജീവിച്ചാൽ യോഹന്നാൻ ക്രൂസ് പറയുന്നത് ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടായി വന്നാലേ ഈ സഭയിലെ ഇപ്പം നടക്കുന്ന ഉപവിപ്രവൃത്തികളെല്ലാം കൂടെ ഇല്ലേ, മത്രേസ്യ സിസ്റ്റേഴ്സ് നടത്തുന്നത്, നമ്മുടെ ഓരോ രൂപതകളിലും എന്തേരം ശുശ്രൂഷയാണ് നടക്കുന്നത്, എല്ലാം ലോകത്തിലെ മൊത്തം രൂപതകളിലും കൂടെ കൂട്ടിയാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഉപവിപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു ത്രാസി വെക്കുകയും ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു മനുഷ്യനെ ഇപ്പുറത്തെ ത്രാസി വെക്കുകയും ചെയ്താൽ ഈ മനുഷ്യൻ താന്നു നിൽക്കുന്ന പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആത്മരക്ഷാപരമായിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന ഉപകാരം മറ്റെല്ലാ ഇത്രയും മൊത്തം ചെയ്യുന്ന ഉപകാരത്തേക്കാൾ കൂടുതലാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ അങ്ങനെയാ. അതുണ്ടാവും. കാരണം ഇവൻ ശരിക്കും പരിശുദ്ധ ത്രിത്വത്തിലെ ആ അഗ്നിയാലേ ഇവനാകുവാണേ. ആ പരിശുദ്ധ ത്രിത്വം തന്നെ നമ്മളിലാകുവേ. അന്നേരം അവന്റെ സാന്നിധ്യം വഴി അവന്റെ ജീവിതം വഴി ആത്മാക്കൾ മനസാന്തരപ്പെടും. വേറെ ഒന്നും നടന്നൊരു കാര്യമില്ലല്ലോ. ആത്മാക്കളെ നിത്യജീവനിലേക്ക് വരും. അങ്ങനെ പറയുന്നുണ്ട്. അതൊരു വലിയ സാധ്യതയാണ് നമുക്ക്. അത് ഈ പറയുന്ന വലിയ മഹാകഠിനാധ്വാനങ്ങളൊന്നും അല്ലേ. ഒരു കുഞ്ഞു കുഞ്ഞു ശ്രദ്ധയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വഴി മഹാകാര്യങ്ങളിലേക്ക് നമ്മൾ പുരോഗമിച്ചോളുവേ. കർമ്മല കയറ്റം യോഹന്നാൻ ക്രൂസിന്റെ പുസ്തകങ്ങൾ ചോദിച്ചാൽ മതി. 4 പുസ്തകം കണ്ടേ ഉള്ളൂ. ഇംഗ്ലീഷിലുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ക്രോസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷില്. 4 ഉണ്ടല്ലേ അതിനകത്ത് ഒരു എല്ലാം ഉണ്ട്. അത് തന്നെ. പക്ഷെ നമുക്കിങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വചനത്തിലേക്കും അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിക്കോളുവേ. ഒരു പക്ഷെ അത് മിസ്റ്റിക്കൽ തിയോളജി ആ കാലത്ത് എഴുതിയതാണല്ലോ. ഇനി നമുക്ക് അതിനേക്കാളും എല്ലാവേ നമുക്ക് ഈ മുന്നോട്ട് ചെല്ലുമ്പോൾ വചനത്തിൻ്റെ ഈ വെളിച്ചങ്ങൾ നമുക്ക് കിട്ടി വരുന്നതെന്നാണ് സഭ പഠിപ്പിക്കുന്നതേ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പം കിട്ടി വരുന്നത് നമ്മളങ്ങ് ജീവിച്ചാലേ എന്നതാ ഈശോ ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കുന്ന ആത്മാക്കളായി മാറിക്കോളും. അങ്ങനെ അവർക്ക് ആ കാലത്ത് നിന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന വെളിച്ചം അവർക്ക് കിട്ടണമെന്നില്ല. അത് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. നമുക്ക് അവരെക്കാൾ എല്ലാം സാധ്യത കൂടുതലാണ്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ലേ. നമ്മളിടയ്ക്ക് പറയുന്നേ അന്ന് അപ്പസ്തോലന്മാർക്ക് ഇതുപോലെ ഇതില്ലല്ലോ വചനമേ. ഈ സുവിശേഷങ്ങൾ 4 അവർക്കില്ല. അവര് പിന്നെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുന്നത് പോലുവേ മാതാവിന് പോലും ഇല്ലെന്ന് പറഞ്ഞ അങ്ങനെ. പിന്നെ ആദിമസഭയ്ക്കും ഇല്ല. ഈ കൊച്ചുദശയുടെ കാലത്ത് പോലും നമുക്കിപ്പോൾ സന്നിഹിതമായിരിക്കുന്നത് പോലെ സ്ക്രിപ്ചർ ഇതല്ലേ, സന്നിഹിതമല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വചനം നമുക്കൊരു കോപ്പി നമ്മുടെ സ്വന്തമായിട്ട് വെക്കാം, ഒരു കോപ്പി നമുക്ക് കൊണ്ടുപോകാം, പിന്നെ മൊബൈലിൽ പോലും ഉണ്ട്. അങ്ങനെ പിന്നെ കാറ്റീസം എന്ന് പറഞ്ഞാൽ ഈ 2000 വർഷത്തെ സഭയുടെ ഏറ്റവും കാച്ചിക്കുറുക്കിയ ആധ്യാത്മികത ശരിക്കും നമുക്ക് തരുമല്ലേ. അപ്പം ശരിക്കും ഇപ്പം നമ്മളിരിക്കുന്നത് ബാക്കി ഈ കാലഘട്ടങ്ങളിൽ കടന്നുപോയ ഒരു മഹാവിശുദ്ധൻ ഇരുന്നത് പോലെയോ സഭ ഇരുന്നത് പോലെയല്ല. നമുക്ക് അതുപോലെ മധ്യമേധസ് കൊണ്ട് വിരുന്നൊരുക്കി വെച്ച ഇതിലാണ് നമ്മളിരിക്കുന്ന പറഞ്ഞു. പക്ഷെ നമ്മൾ എല്ലാം അടിക്കാന്നേ ഉള്ളൂ. ഇവരിത്രയും റിസോഴ്സ് ഇവർക്ക് ഇല്ലാതെ ഇവർ ഇത്രയും വിശുദ്ധരാണെങ്കിൽ നമുക്ക് ഇത്ര ഉണ്ടായിട്ട് നമ്മൾ വിശുദ്ധരാകാതിരിക്കും. അയ്യോ എന്നാ ഇതാണെന്നറിയോ, പ്രിന്റിംഗ് ഒക്കെ വന്നിട്ട് പോലും 500 വർഷം പോലും ആയില്ലല്ലോ. അതിനു മുമ്പ് കൈ കൊണ്ടായി വചനം എഴുതുന്നതേ. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എന്തേരം കട്ടി കാണുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. പഴയ ബൈബിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലോ അറിയാം ഇത്രയൊക്കെ കട്ടി കാണും. ഇത്രയെന്ന് പറഞ്ഞാൽ ഒരു 2 അടിയൊക്കെ പൊക്കം കാണുമായിരിക്കും ഒരു സമ്പൂർണ്ണ ബൈബിളിനെ. അപ്പം അതെടുത്തോണ്ട് ആർക്ക് നടക്കാൻ പറ്റും? അതൊന്ന് മറിച്ച് നോക്കണ്ടേ, വായിക്കാൻ ആർക്ക് പറ്റും? അതുപോലെ സമർപ്പിച്ച് ഏതാനും പേർക്കല്ലേ പറ്റത്തുള്ളൂ. അതേ അസിസിബിനാലിലൊക്കെ ഇതെടുത്ത് നോക്കി, ജീവിതം എടുത്ത് നോക്കി, അതിനകത്തൊക്കെ ഏതാനും വചനം ആകെ പറയുന്നുള്ളേ. ഈവൻ കൊച്ചുദശയ പോലും ഇത്രയും ഈ ആധുനിക കാലത്തായിട്ട് പോലുമേ. പക്ഷെ നമുക്കോ
നമുക്കിതെല്ലാം ഉണ്ട്. നമുക്ക് വചനത്തിന്റെ മഹാവിരുന്നല്ലേ. അയ്യോ, നമുക്കത് പിടികിട്ടത്തില്ല. നമ്മൾ എന്തേലും നന്ദി ഉണ്ടായിരിക്കേണ്ട ഒരു തലമുറയാണെന്നറിയോ. നമ്മൾ മഹാഭാഗ്യത്തിലാണത്. മഹാഭാഗ്യമൊന്നും ഉപയോഗിക്കുന്നില്ല. അതെ അതെ. അന്ന് ഇത്രയും ബോധം നമുക്ക് കിട്ടുന്നു ചോദിക്കുന്നുണ്ടല്ലോ. അത് നിസ്സാരമല്ലേ. പണ്ടൊന്നും ഇങ്ങനെ ചോദിക്കത്തില്ല ഷിബ്രീസെ ആരുവേ. അല്ല ഇങ്ങനെ ഗൗരവത്തിൽ അന്വേഷിക്കുന്നു. ഇപ്പം ഈ തലമുറയ്ക്ക് ഈ പ്രത്യേകിച്ച് ഈ മഹാജുബിലിയുടെ അന്തരീക്ഷത്തിൽ ഭയങ്കര കൃപാവർഷം നടക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാം ഇങ്ങനെ ചിന്തിക്കാനും ചോദിക്കാനും ഒക്കെ പറ്റുന്നതേ. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ മതി ഇനി എല്ലാ ഉത്സാഹത്തോടും കൂടി. പൗലോസ്ലീഹയൊക്കെ പറയുന്നത് എൻ്റെ എല്ലാ എനർജിയോടും കൂടി ഞാൻ അധ്വാനിച്ചെന്നാണ് പറയുന്നത്. കോൺഫിഡൻസ് ആയിരിക്കും. അതെ അതെ അതെ. അല്ലെ, ഒരു സെക്കൻഡ് പോലും അതെ അതെ അതെ. ഓട്ടം പൂർത്തിയാക്കി. അതെ 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 അതെ. നമുക്ക് തുടങ്ങാം, തുടരാം, പൂർത്തിയാക്കാം. സാലസ് ഉണ്ണിയാണല്ലേ ഏത് പുസ്തകമാണ്? ലവ് ഓഫ് ഗോഡ്. അത് വായിച്ച ദൈവസ്നേഹത്തെ കുറിച്ച് നല്ലത് കിട്ടുവേ. മറ്റേതോ എന്താ പറഞ്ഞേ? ഏതാ യോഹന്നാൻകുറിസിന്റെയാണോ? യോഹന്നാൻകുറിസിന്റെ പുസ്തകം മൊത്തം ചോദിച്ചാൽ മതി. മുഴുവൻ. അത് ഓരോന്നുണ്ട് മലയാളത്തിലൊക്കെ. പക്ഷേ ഈ കംപ്ലീറ്റ് വർക്ക് മേടിക്കുകയാണ് നല്ലത്. ഒത്തിരി പുസ്തകങ്ങൾ അങ്ങനെ വായിച്ച് അങ്ങനെ പോകാതിരിക്കുക നല്ലത്. അധികം ജ്ഞാനം നേടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടാതെയും പോവുകയെ. അതുകൊണ്ട് നമുക്ക് വായിച്ചുള്ള അറിവെന്ന് പറഞ്ഞു തോന്നാറുണ്ട്. അതെ 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 അതെ. ഈശോ പറഞ്ഞത്, മലയിലെ പ്രസംഗത്തിന് ശേഷം ഈശോ പറഞ്ഞതേ, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ ആർക്ക് തുല്യമാ എന്ന് ഞാൻ പറയാന്നാ പറഞ്ഞു. അവന് മണ്ണ് മാന്തി പാറമേല് വീട് വെച്ച ജ്ഞാനിക്ക് തുല്യമാണ്. അവിടെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന ഇന്റലക്ച്വൽ ഒരു നോളജ് അല്ല അവിടെ ഈശോ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തിക്കുന്നവനെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ വചനം കേട്ട് അതനുസരിക്കുന്നവനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനിന്ന് വിളിച്ചിരിക്കുന്നത്. പോഷന് വിളിച്ച നേരെ തിരിച്ചു പോവാം. എൻ്റെ ഈ വചനം കേട്ട് അനുസരിക്കാത്തവൻ പോഷനാ. ഇവന് നമുക്ക് അറിവുണ്ടെങ്കിലും നമ്മളത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അറിവുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നില്ല പൊട്ടനാ, പോഷനാ. എന്തോരം ജ്ഞാനമുണ്ട് നമ്മൾ പറയുന്ന ജ്ഞാനമല്ല. ജ്ഞാനമല്ല. ഈശോ അതിനെ ഇങ്ങനെയാ പുതിയ നിയമത്തിൽ അതെടുത്തു നോക്കിയോ? നേരെ മറ്റേ ഈ നോളജിന്റെയും വിശുദ്ധത്തിന്റെയും ഡിഫറൻസ് നോക്കിയപ്പോഴേ, അതെ അതെ അതെ, ഈ നോളജ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണ വിശുദ്ധം വേണമെന്ന്. അങ്ങനെ അല്ലെങ്കിൽ ഈശോ പ്രവർത്തിക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ജ്ഞാനമല്ല വലിയ പ്രസംഗമൊക്കെ പറഞ്ഞേ എന്നേലും കാര്യമുണ്ടോ? ജീവിക്കുന്നില്ലേലേ. അന്നേരം മുമ്പേ പറഞ്ഞ എന്താ പറയാ, ചെവി ആസ്വദിക്കാൻ വേണ്ടി പാട്ട് കേൾക്കുന്നതിരിക്കൂലേ നമ്മളിത് വായിക്കുന്നത്. അതെ 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 അതെ, അത് നേരം. അത് തന്നെ നമ്മുടെ ഇന്റലക്റ്റിനൊക്കെ ഒരു കരൈസിങ് കൊടുക്കാന്നുള്ളത്. അപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ, നമുക്ക് ദൈവത്തോടുള്ള റിലേഷനിൽ ഈ വളർച്ചയാണല്ലോ നമ്മൾ എപ്പോഴും നോക്കേണ്ടതേ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കേസുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ അങ്ങ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാ യോഹന്നാൻകുറിസ് ഒക്കെ പറയുന്നത്. ഇപ്പം മാതാവ് ഈശോയും കൂടെ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നിങ്ങൾ അതിനെ അധികം മൈൻഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന പിതാവിന്റെ പരിപൂർണതയിലേക്ക് നല്ല സ്പീഡിൽ അങ്ങ് പൊക്കോളാന്. ഇവര് നമുക്ക് ദർശനമൊക്കെ തന്നാലും അവർ പറയാനുള്ള ആത്മാവി നമുക്ക് കിട്ടിക്കോളും. കാരണം ദൈവം പറയാൻ ഉദ്ദേശിച്ചത് ഈശോയിൽ ഈ വചനത്തിലൂടെ സംസാരിച്ച് കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും നമുക്ക് പറയാനില്ല ദൈവത്തിന്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അതിലങ്ങ് പോയാൽ മതി. വചനത്തിലെല്ലാം റിവീൽഡായേ നമുക്ക് ഇപ്പൊ ഈ ഭൂമിയിലായിരിക്കേണ്ട രക്ഷ, നമ്മുടെ എന്നാ ആത്മീയ പൂർണ്ണത അല്ലെങ്കിൽ പ്രാപിക്കേണ്ടതെല്ലാവേ നമുക്ക് വെളിപ്പെട്ടു. ഈ വചനങ്ങളിൽ ഈ 73 പുസ്തകങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുക. പിന്നെ വേറെ ഇന്ന് നമ്മൾ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ തന്നെ മാറിപ്പോവും. കാറ്റീസിന്റെ ആദ്യം ഇതാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻകുറിസിനെ കോട്ട് ചെയ്തോണ്ടേ ദൈവത്തെ തന്നെ പരിഹസിക്കാന്ന്. ഇനി പുതിയതൊക്കെ തപ്പുവാണല്ലേ ഇത്രയും അതെടുത്ത് വായിച്ചു നോക്കി. യോഹന്നാൻകുറിസിന്റെ ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയ ഞാനിതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ഇത് വെച്ചിട്ടേ വേറെ എന്നേലും ഉണ്ടോന്നും കൊണ്ട് നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞൊന്ന് ഓർത്ത് നോക്കി. ഇതൊന്നും നല്ലൊരു എടുത്ത് നോക്കട്ടെ, ഇതിനകത്ത് എൻ്റെ ആവശ്യത്തിനുള്ള ഉണ്ടോന്നേ. പിന്നെ നമ്മൾ പോവാ വേറെ എന്നേലും
ഇവിടുത്തെ കോറിന്ത്യസിലെ അവിടെ ഗ്രീക്കുകാരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം നടന്നിരിക്കും. ഈ കുട്ടി പുതിയതായിട്ട് എന്തെങ്കിലും പറയുന്നത് കേൾക്കാനായിട്ട് അവർ വരുന്നേ. അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ പുതിയത് കേൾക്കാനാ. നല്ലതാണേലും വേണ്ടിയില്ല, മോശമാണേലും വേണ്ടിയില്ല, പുതിയത് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെപ്പോഴും അങ്ങനെ നമ്മുടെ ക്യൂരിയോസിറ്റി കിടക്കുന്നേ. ആ, ഇത്രയും വലിയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ട് നമ്മൾ അതൊന്നും എടുത്ത് നോക്കാതെ പിന്നെ നമ്മൾ കാത് തുറക്കുക, പിന്നെ അവിടെ ഇവിടെ എല്ലാം പോവുക. പുതിയത് വല്ലതും ഉണ്ടോ? അത് നല്ലതാണോന്നോ മോശമാണോന്നോ ഒരു പ്രശ്നവും ഇല്ല. ശരിക്കും നമ്മുടെ അവസ്ഥ അതായത് കേട്ടോ. എല്ലാവരുടെയും ഒരു അവസ്ഥ ഈ ക്യൂരിയോസിറ്റി കിടക്കുന്ന അങ്ങനെയാണ്. അയ്യോ, ഞാനതുകൊണ്ട് കർശനമായിട്ട് പലതും അങ്ങ് വെട്ടിയേ അങ്ങ് കളഞ്ഞ് അങ്ങനത്തെ മേഖലകൾ മുഴുവനേ. അത് കഴിഞ്ഞ് ഈശോയുടെ വചനവും ഈ അത്യാവശ്യം നമുക്ക് കാറ്റീസവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പോകാവേ. വചനം മാത്രം മതിയല്ല. ആ, കാറ്റീസത്തിനകത്താണ് നമുക്ക് അതിനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം കിടപ്പുണ്ടേ. അതും കിട്ടിക്കോളും. പിന്നെ ഏതാനും വിശുദ്ധരുടെ ഇതുകൂടെ വായിക്കുക കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തോളൂവേ. ഒട്ടും വായിക്കണ്ടെന്ന് പറയുന്നില്ല. അവരുടെ ആത്മകഥയും അവരുടെ റൈറ്റിങ്സും വായിക്കുമ്പം അവരിലൂടെ ഒരു മനുഷ്യനില്ലേ ഈ ദൈവവചനം എങ്ങനെ ധ്യാനിക്കപ്പെട്ടു, എങ്ങനെ ജീവിക്കപ്പെട്ടെന്നൊക്കെ കൂടെ നമുക്ക് മനസ്സിലാവും. അതുകൂടെ വേണമായിരിക്കും. അങ്ങനെ അതല്ലാതെ കാറ്റഗറീസ് അല്ലേ അവിടെ? ആ, അല്ലാതെ കാറ്റഗറീസുമാണ് എപ്പോഴും എടുക്കേണ്ടത്. വചനവും കാറ്റഗറീസും കൊണ്ട് സീരിയസ് ആയിട്ട് എടുത്താലേ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ വെക്കാം. അതൊന്ന് ആദ്യം ഒന്ന് വായിക്കണം. അന്നേരം തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നേ. അന്നേരം പിന്നെ നമുക്ക് പിന്നെ വചനവും കൊണ്ട് എടുത്തു കഴിയുമ്പോഴേ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആത്മാവിനെ ഒരു ധൈര്യം. ആ, അവർ നമുക്ക് നല്ല ആത്മാവ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് മറന്നുപോയോ ഇല്ല. നമ്മൾ കർത്താവിലേ അങ്ങ് പോവുക. പിന്നെ ഈശോയിലാണല്ലോ നമ്മൾ ഇപ്പോഴും. അതെ, അന്നേരം ബോധ്യപ്പെട്ടു പോവും. ഇല്ലെങ്കിൽ ഭയങ്കര സ്കാറ്റർ ആയിട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ. ഒരു പുരോഗതി ഇല്ലാതെ. അതെ അതെ അതെ. ഇതാണ് ഈ കൃത്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളിൽ അറിയുകയും ചെയ്യാം. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഓരോ സ്റ്റെപ്പും ഓരോ നിമിഷവും നമ്മളിൽ ഈ കൃപയുടെ വർധനമുണ്ടാവുവേ. ഓരോ നിമിഷവും ആ, വർധനമല്ലേ ഇരട്ടിക്കുക എന്നാണ് പലയിടത്തും പറയുന്നത്. അത് ഭയങ്കര ഒരു അത് പിന്നെ എപ്പോഴേലും നമുക്ക് പറയാം. നിക്ഷേപമേ നമ്മളെല്ലാം വിറ്റ് ഈശോയ്ക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. നിക്ഷേപം എപ്പോഴും നമുക്ക് വായെങ്കിലേ നിക്ഷേപം ഉണ്ടെങ്കിലേ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴും അത് വർദ്ധിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? നമുക്ക് കടം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്നാ ചെയ്താലും കടവും പലിശ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ചെയ്താലും. ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ. അതിൽ ഒത്തിരി പേരെ ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്ന അങ്ങനെയാ. ഇത് ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ അർത്ഥത്തിലാണ്. അവരെന്തേലും ഇതുണ്ടാക്കിയിട്ടുവേ അവര് പിന്നെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കടം എൻ്റെ പലിശ അടയ്ക്കാൻ പോലും കിട്ടുന്നില്ല. മുതൽ അതേപടി കിടക്കുവാണ്. പലിശ അടയ്ക്കാൻ പോലും അവരെന്തേലും അധ്വാനിച്ചിട്ടും ഉള്ള തുക കിട്ടുന്നില്ല. ആ, ജീവിച്ചു പോകുന്നൊന്നുള്ളേ ഇതില്ല. പക്ഷെ ഇവരുടെ കടം ആശ്രയിച്ച ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്നു. അതിന്റെ പലിശ നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവൻ പലിശയായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കടം അതേപടി കിടക്കുമല്ലേ. എന്നാ അവസ്ഥയാന്ന് ഓർത്ത് നോക്കി. അവരുടെ ആ ജീവിതം തന്നെ ഇങ്ങനെ ആന്തരികമായിട്ട് കടം വീട്ടാനുള്ള ജീവിതം മുതൽ എന്നാലും കിടക്കുക. വലിയ വലിയ ഓഡീഷന്മാർക്ക് ഇതുപോലില്ലേ? അതെ അതെ. അങ്ങനെയാ. ലളിതമായിട്ട് ചെയ്യുന്നവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും അറിയണ്ട. അതെ, നേരെ ഒന്നും വേണ്ട ആഹാരം എന്നല്ലേ. അതെ അതെ. ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണതകൾ അവന്റെ തന്നെ പ്രശ്നമാണ്. അവന്റെ തന്നെ സൃഷ്ടിയാണെന്നാണ് വചനം പറയുന്നത്. സങ്കീർണതകളെ നമ്മൾ ചിന്തിക്കുന്നത് പോലും അങ്ങനെയാണ്. ഫ്രാൻസിസ് മരിക്കാൻ കിടന്നപ്പോഴും അങ്ങനെയാ പറഞ്ഞേ. നമ്മൾ ഇതുവരെ ഒന്നും ആരംഭിച്ചിട്ടില്ല, ലെറ്റ് us start now എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഇതിലായപ്പോഴും അങ്ങനെ ഫ്രാൻസിസ് പറയുന്നത് കേട്ടോ. Let us begin.
പ്രത്യാശ ജീവിക്കുന്നതാണ്. അതെ 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 അതെ. ഇത് ഭയങ്കര സാധ്യത, നമുക്ക് ഭയങ്കര 1000 ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തല്ലാതെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. സ്റ്റാർട്ട് ചെയ്ത് വലിയ വെകിളി എടുത്തോണ്ടൊന്നും വേണ്ട, ഒതുക്കി സ്റ്റോൺ ബൈ സ്റ്റോൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ഉള്ള രീതിയിലേ. പക്ഷേ അത് മുന്നോട്ട് അതുപോലെ പോകണം. ഓരോ ദിവസവും ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാലേ അത് ഭയങ്കര റിസൾട്ടാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകുമ്പോഴേ. എന്നാലും ഓരോ സെക്കൻഡിലാണെ പറയുകയും വേണ്ടല്ലോ. ഈ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ടില്ല. അതായത് കരുണയുടെ ഇതായിട്ട് വരാറില്ല ഒത്തിരി. ഈ പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെ അത് അതിനും നമ്മൾ ഈ പ്രധാന ട്രാക്കിൽ പോവാണ് ദൈവം അതിനെ കൊണ്ടുവരാനായിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും. അതെ, ഈ വഴിവാളി പോയവരെയൊക്കെ. പക്ഷേ വചനത്തിലെല്ലാം പൂർണ്ണതപ്പെട്ടെ നമ്മൾ പാളിപ്പോയത് കൊണ്ട് നമുക്ക് വേണ്ടി പുതിയതൊക്കെ തുടങ്ങുന്ന, അങ്ങനെ അതിലൊന്നും കുടുങ്ങിക്കിടക്കാൻ വേണ്ടിയല്ല ദൈവം തുടങ്ങുന്നത്. ഈ വചനത്തിലേക്ക് മാതാവിനൊന്നായിട്ട് തിരിച്ചറിവ് കൊടുക്കാൻ എന്തോ സമൂഹത്തിനൊക്കെ അങ്ങനെ ഒരു പാളിപ്പോയവരെയൊക്കെ ഒന്നേ ഗാദർ ചെയ്യാനൊക്കെ ഉള്ളതേ കാണത്തുള്ളേ. എന്നാലും ഏറ്റവും അവസാനമായിട്ട് മാതാവിന് പറയാനുള്ളത് അവൻ പറയുന്നത് ചെയ്യാനല്ലേ. അതാ മാതാവ് എപ്പോഴും പറയത്തുള്ളൂ. അങ്ങനെ ഹവ്വായിക്ക് അല്ല ആദ്യം പാവം ഉണ്ടായതേ ഹവ്വ പറഞ്ഞത് ചെയ്തുകൊണ്ടാണേ. അങ്ങനെ അത് തെറ്റിപ്പോയി, ആ ഓർഡർ തെറ്റി പറഞ്ഞത്, അതാ അങ്ങനെ പാവം ഉണ്ടാകുന്നതേ. അതുകൊണ്ട് പുതിയ ഹവ്വ പറയുന്നത് അവൻ പറയുന്നത് അതാ അതിന്റെ അതങ്ങനെ തന്നെയാ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ അതിനകത്ത് ഇത് പറയുന്നത് ഈശോ അല്ല ദൈവ ശിക്ഷ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പഴം തിന്നെന്നല്ല പറയുന്നത്, അവള് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞോണ്ടാ വചനം എടുത്ത് നോക്കി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞ ആയിരുന്നല്ലോ കൽപ്പനയെ. പക്ഷെ ആദ്യം പാവം ചെയ്തത് അവള് പറയുന്നത് കേട്ടാ പഴം തിന്നതേ. അങ്ങനെ എടുത്തു നോക്കി അങ്ങനെയാ വചനം കിടക്കുന്നത്. അതിനെയാണ് കാനായിൽ തിരുത്തിയത്. അവൻ പറയുന്നത് ചെയ്യും, കേൾക്കാനുമല്ല ഡു ചെയ്യാൻ. ാണ് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ശരിക്കും ഉത്തരം മിസ്തുർവാനെ അവിടെ. അങ്ങനെ ഈശോ പറയുന്നത് ചെയ്യാനല്ലേ പറഞ്ഞതേ. ഈശോ പറയുന്നത് ഡു വാട്ട് ഹി സേസ് എന്നാ പറഞ്ഞതേ. നോക്കിയോ, എന്നിട്ടാണ് ഈശോ മിസ്തുർവാനെ അല്ലേ ഡു ദിസ് എന്ന് ഈശോ പറഞ്ഞത്. ഈ ഇംഗ്ലീഷ് ഈ ബുക്സ് ആണെങ്കിലും ഇവാണെങ്കിലും ഭയങ്കര മനസ്സിലാക്കാൻ പാടായിരിക്കും. ഏതാന്നേ ബൈബിൾ ആണെങ്കിലും ചിന്ത പറഞ്ഞ ബുക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിച്ചെല്ലാം മനസ്സിലായി തരുവേ. ഇപ്പം കൊച്ചിനറിയാം, ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാം. അത് നമുക്ക് അതിൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരെണ്ണത്തിലേക്ക് പ്രവേശിച്ചാലേ പിന്നെ ഇങ്ങനെ വായനകളൊക്കെ ചെല്ലാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വചനത്തിൽ നിന്നാ കിട്ടിക്കോളൂ എല്ലാം. അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെ പറയുന്നതേ. വചനം നമ്മൾ ഓരോന്ന് ശരിക്കും നമ്മൾ അനുസരിച്ച് മാനസാന്തരപ്പെട്ട് ഒരു സുഹൃത്ത് ജീവിതത്തിലേക്ക് വന്നാലേ, പുണ്യ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. അഭിഷേകം നമ്മളെ പഠിപ്പിച്ചോളുവേ. എന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. ഇന്ന് കാതിനൊന്ന് കേൾക്കാനുള്ളൊരു കൂർമ്മത ഉണ്ടായാൽ മതി. അങ്ങനെ ഈശോ വന്ന് എന്നും ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നുണ്ട്. അത് ആ ഒച്ച കേട്ടൊന്ന് തുറന്നു കൊടുത്താൽ മതി. പക്ഷെ ഇതൊന്നും നമുക്ക് ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ശ്രദ്ധയുള്ള ഒരു ഹൃദയത്തിലേക്ക് വചനം വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുവേ. അല്ലാത്തപ്പോൾ ഒന്നും പിടികിട്ടത്തില്ല നമുക്ക്. ഈ 14 അധ്യായം യോഹന്നാന്റെ സുവിശേഷമേ, 14 അധ്യായം അവിടെ വചനം മറന്നു 15 തൊട്ടാന്ന് തോന്നേ. അതാ നോക്കുമ്പോൾ കണ്ടോളും. അതിനകത്ത് അത് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ല ഉത്തരമുണ്ട് അതിനകത്ത് കിടപ്പേ. ഈശോ പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അത് രണ്ടും ഒന്നാണല്ലോ. സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പന പാലിക്കും, കൽപ്പന പാലിക്കുമ്പോൾ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. അന്നേരം പിതാവ് നിങ്ങളോടുകൂടി എന്നേക്കുമായിരിക്കാൻ വേണ്ടി ഒരു പാറക്കളയത്തായെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ഈ അത് ആ പരിശുദ്ധാത്മാവിനെ സത്യാത്മാവെന്നും വിളിച്ചുകൊണ്ട് ഈശോ താഴോട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ അത് ഒന്നാം സ്റ്റെപ്പേ. 2 ഈശോ വീണ്ടും പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഈശോ ഞാൻ എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും എന്നങ്ങനെ 3-4 കാര്യം ഈശോ പറയുമോ. മഹാകാര്യങ്ങൾ, ഒറ്റ കാര്യമല്ല. എൻ്റെ പ്രധാനമായിട്ട് കിടക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ ഫലങ്ങളായത് കിടക്കുന്നത്. അത് സ്നേഹിക്കുക. അപ്പം ഈ കൽപ്പന പാലിക്കുന്നത് സ്നേഹമായിരിക്കണം, അല്ലാതെ കൽപ്പന പാലിച്ചു പോകാവേ. അടുത്തത് എന്നോട് പറയുന്ന ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ഇപ്പൊ ഈശോയുടെ വചനം പാലിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കും. അപ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കുമെന്നാണ് അന്നേരം പറഞ്ഞിരിക്കുന്നത്. പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ആദ്യം പരിശുദ്ധാത്മാവിലല്ലേ തുടങ്ങുന്നേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കൽപ്പന പാലിക്കും, അപ്പോൾ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളോടുകൂടി എപ്പോഴും ആയിരിക്കാൻ. കണ്ടോ, പരിശുദ്ധാത്മാവ് വന്നാലും ഉണ്ട്, അവിടെ വരുമല്ലേ, എപ്പോഴും ആയിരിക്കാനാ ഒരു പാറക്കളയത്തായി തരുമെന്നല്ല പറഞ്ഞ്. അപ്പൊ അവിടെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടി എപ്പോഴും ആയിരിക്കുന്നത് ഉറപ്പാക്കി കഴിഞ്ഞു. പിന്നെ ഈ താഴെ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ, ഞങ്ങൾ വന്ന് വസിക്കുന്നേ. അപ്പൊ അവർ 3 പേരും വസിക്കും. ഇത്രയും പോരെ നമുക്ക് ഭൂമിയിലെ. ഇത് മരിച്ചതിന് ശേഷം ഉള്ളതും അല്ല. അപ്പൊ അത് അത്രയും ഒരു ക്രോഡീകരണത്തിലേക്ക് നമ്മൾ വരുവാ. നല്ലതേ ഇങ്ങനെ ബോധമായി ഒത്തിരി അലഞ്ഞ് നടക്കാതെ. ഇപ്പൊ ഇത് വചനത്തിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ അങ്ങ് ജീവിക്കാൻ നോക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നോളൂ. പിന്നെ സമയമുള്ളപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് അങ്ങനെ എടുത്താൽ മതി. വേണമെങ്കിൽ അത് പോലും വേണ്ട വെറുതെ സമയം. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു തരാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഈ ഈശോ നമ്മൾ ചെയ്യേണ്ട ഈ ഈശോയെ സ്നേഹിക്കുക, വചനം പാലിക്കുക, ഈശോയെ സ്നേഹിക്കുക, കൽപ്പന പാലിക്കുക എന്നുള്ളത് നമ്മളാ ചെയ്യേണ്ടത്. അത് വേറെ ജ്ഞാനം അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിട്ടൊരു കാര്യമില്ല. ജ്ഞാനം വേണമെന്നല്ല, പക്ഷെ ജ്ഞാനം അങ്ങോട്ട് മാത്രം കാര്യമില്ല, ആ അറിവ് കൊണ്ടേ. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ കാര്യം അതിന്റെ പ്രവൃത്തികളാൽ ഈശോ പ്രാർത്ഥിക്കാൻ തുടങ്ങും, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. ഈശോയെ ഈ സ്നേഹമില്ലാതെ എങ്ങനെ വചനം പാലിക്കണേ? സ്നേഹമില്ലാതെ വചനം പാലിക്കാനുള്ളത് തുടങ്ങണ്ടേ? സ്നേഹമില്ലാതെ അല്ലേ നമ്മളിപ്പം നമ്മൾ പാലിക്കുന്നത്. അതെ, ശരിക്കും നമ്മൾ വചനം പാലിക്കുന്നില്ലല്ലേ? ഇപ്പൊ ശരിക്കും ഇല്ല. ഇപ്പൊ നമ്മളെ വചനം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ലേ, ദൈവം തന്നെയാണല്ലോ. നമ്മൾ ഈ ആൾക്കാർ പറഞ്ഞു കേട്ട് ചെയ്യുന്ന അങ്ങനത്തെ അങ്ങനെ കാണുന്നതാണെന്ന് തോന്നുന്നല്ലേ? ജസ്റ്റ് ഒരു മനുഷ്യൻ ജസ്റ്റ് പറയുന്നത്. നമ്മളൊരു കോമൺ ഒഴുക്കിൽ അങ്ങ് പോവുകയാണേ. നമുക്കങ്ങനെ വചനത്തെ നമ്മൾ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ലല്ലോ. ഈശോയും വചനത്തെ ഒന്നും നമ്മൾ ഇതുവരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ലേ. എപ്പം അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഭൂമിയുടെ അഭിപ്രായങ്ങളും ഭൂമിയുടെ സ്റ്റാറ്റസുകളും ഒക്കെ ഉള്ളു. നമ്മളെ എല്ലാവരും കൂടെ പറഞ്ഞു ഒന്നെങ്കിൽ ഏറ്റവും ഒരു IPS ഓഫീസർ ആകാനോ അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഒരു വലിയ കെട്ടിടവും വെച്ച് ഒരു നല്ല കാറും മേടിച്ച് അങ്ങനെയുള്ള കുഞ്ഞൊരു അംബിഷനെ മാത്രമല്ലേ നമുക്കുള്ളൂ. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ലെവലോ സാധനം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനും വില തോന്നത്തില്ലല്ലേ? പിന്നെ ഒന്നിനും വില തോന്നത്തില്ല. ഇതിങ്ങനെ നമ്മൾ പറയാലേ, ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഇതൊന്നൊരു ഇതല്ലെന്ന് പറയാലേ. അതെ അതെ, നമുക്കിത് അത് ചിലപ്പം ബാധ്യതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂലേ? അതെ 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 അതെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ
അടിച്ച് തൂത്ത് നടു. അപ്പോൾ നമ്മൾ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആരായിട്ടാണ് കാണുന്നത്? അത് നമുക്ക് ദൈവം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈശോ പറഞ്ഞതേ 16-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ പിതാവും പുത്രനും ഒക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഒരെണ്ണമാണേ. അത് സത്തയിൽ നിന്നുള്ള നമുക്ക് ഒരു വലിയ സത്യം കിട്ടുമ്പോഴേ നമുക്കത് ആ സ്നേഹത്തെ തിരിച്ചറിയത്തുള്ളേ. അപ്പം ആ സത്തയോടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നേരെ ആത്മാവിലോട്ട് അറിയേണ്ട സാധനം അത് നമുക്ക് അനുഭവിച്ച് ആ സ്നേഹത്തിൽ ഒന്നായി കഴിയുമ്പോഴേ ഉള്ള ഒരെണ്ണമാണല്ലോ. ആ അപ്പം ആ സ്നേഹിച്ച് അത് കിട്ടത്തുള്ളൂ നമുക്ക് ആ സ്നേഹത്തിലേ. അതിപ്പോൾ നമുക്ക് വാക്കുകൊണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ ഉപമകളിൽ നമുക്ക് വളരെ ഇതാകത്തുള്ളേ. നമ്മള് സാധാരണ ഒരു താടിയുള്ള ഒരപ്പൻ ഒരു മോൻ അങ്ങനെ കാണുന്നത്. അതെല്ലാം ദൈവം ആ സ്നേഹത്തിന്റെ ഇതൊക്കെ ഫോമിലല്ലേ. സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ. അങ്ങനെ യോഹന്നാൻ ലേഖന സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പോലെ പറഞ്ഞേച്ചുമാണ് അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ ഇത്രയും സംസാരിച്ചതെല്ലാം ഉപമകളിലാന്നേ. ഓരോ വാക്കിനും ഭയങ്കര ഡെപ്തിൽ മീനിങ് ഉണ്ട്. അപ്പൊ അതൊരു നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ഒന്നും നമുക്ക് പിടികിട്ടത്തില്ല. ഇത് വാക്കുകൾ കൊണ്ടൊക്കെ പറയുന്നതിനും അപ്പുറത്താണ്. നമുക്ക് സ്നേഹം ചിലപ്പോൾ അനുഭവിക്കുന്നില്ല. ചില കുഞ്ഞായിട്ടാണേലുവേ അത് വേറൊന്നല്ലേ. പറയുന്നതിലൊന്നും അല്ലല്ലോ അത് കിടക്കുന്നേ. അത് ദൈവത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമുക്കേ വിസ്തുർവാനയിൽ ഒരു ഷേപ്പും ഇല്ലാതെയല്ലേ വരും അങ്ങനെ നോക്കുമ്പോഴേ. അതിനകത്തല്ല നമ്മൾ ഏറ്റവും വലിയൊരു സ്നേഹം സ്വീകരിക്കപ്പെടുന്നേ. ഈശോയുടെ രൂപം മാത്രം ഉള്ളെന്നാണ് പറയുന്നത് സ്നേഹത്തിന്. പിശാചിന് അങ്ങനെ ഒരു കോട്ടുണ്ടല്ലോ നമ്മൾ പറയുന്നത്. എങ്ങനെ ചോദിച്ചിട്ട് പിശാചിന് 1000 കാര്യങ്ങളെ 1000 ഭൂമികളിൽ ഇങ്ങനെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെന്നേ. 1000കണക്കിന് നല്ല ഒരു കോട്ടുണ്ട്. ഞാനത് എപ്പോഴും നല്ലൊരു എടുത്ത് പറയാം. പിശാചിന് അങ്ങനെ പല 1000കണക്കിന് രൂപങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ സ്നേഹത്തിന് ഈശോയുടെ മാത്രം ഫോമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചിന് ഒരിക്കലും സ്നേഹത്തിന്റെ ഫോമിൽ വരാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിന്റെ ഫോമിൽ വരാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഈശോയുടെ രൂപം മാത്രമേ ഉള്ളന്നേ സ്നേഹത്തിനെ. മറ്റേതിന് ഒത്തിരി രൂപങ്ങളിലൊക്കെ വരാം. ഈ സ്നേഹത്തിന്റെ രൂപം ഈശോയ്ക്ക് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞോണ്ടേ ആ അർത്ഥത്തില്ലേ. സ്നേഹത്തിന്റെ രൂപത്തിൽ വരാൻ വലുതായിരിക്കുമല്ലോ. സ്നേഹത്തിന്റെ രൂപത്തിൽ വരാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ പിശാചിന്. സ്നേഹത്തിന്റെ രൂപത്തിൽ ഏതൊക്കെയാലും വരാൻ പറ്റത്തില്ല. ഈശോയുടെ രൂപം മാത്രമല്ലേ. നീ വന്നാലും ഒന്ന് പുഞ്ചിരിക്കാവോന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചാൽ ഇതെന്ന് പറയുമോ? നമ്മളിപ്പം പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വചനമില്ലേ 14-ാം അധ്യായത്തിലേ അങ്ങനെ നമ്മൾ വചനം പാലിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് അനുഭവം വന്നോളൂവേ. അവരൊന്ന് വസിക്കുമല്ലോ. ഈശോ നമ്മളെ സ്നേഹിക്കും. ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും. ശരിക്കും ആ വചനം പാലിക്കുന്ന ഇതിലേക്കേ വന്നാൽ മതി. വചനം നിസ്സാരമല്ലത്. പക്ഷെ പാവത്തോടൊക്കെ നമ്മൾ മരിക്കണം ആദ്യം. അതല്ല ഈ സ്നേഹത്തിന്റെ ഇപ്പം നമുക്ക് ഈ ബോധ്യക്കെട്ട് ഇനി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ മരിക്കണ്ടായോന്നേ. അങ്ങനെ ഓരോന്നും ശ്രദ്ധിക്കുക. വിലകെട്ട കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഈശോ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു വാക്കിന് പോലും കണക്ക് യോജിക്കുമെന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തേ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോന്ന് ചെയ്യാൻ കാണും എപ്പോഴും വചനം അനുസരിച്ചേ.
അങ്ങനെ നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവാം ഇല്ല. ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം നോക്കുക. അങ്ങനെ അന്നേരം നമ്മൾ ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയാൽ പോലും അത് ഇതാല്ലേ. അതെ. പക്ഷെ നമ്മുടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ വചനത്തിന്റെ അഭിഷേകം വന്നേ ഇതൊന്നും ഭാരമല്ലെന്നാവുകയെ. ഭാരമല്ലെന്നാകുമെന്ന് മാത്രമല്ല, നമുക്ക് വലിയ ദൈവിക ജീവനിലാകും നമ്മളെ. നമുക്ക് ആ ഒരു ഇതില്ലാതെ നമ്മളിങ്ങനെ ആ സുഖത്തിൽ ജീവിക്കുന്നതാണല്ലോ ഭാരമായിട്ടല്ല. അതെ അതെ അതെ. നമുക്ക് ഭക്ഷണത്തോടൊരു ആഗ്രഹം കിടക്കുന്നതുകൊണ്ടാ ഇതേ. ഇപ്പം നമ്മളോട് നല്ലപോലെ ധ്യാനിച്ചൊരു മറുപടി പറയാൻ ചോദിക്കുക, ഈശോ ചോദിക്കുക, എടാ നിനക്ക് വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ജീവിക്കാനുള്ള അനുഗ്രഹം ഞാൻ തരുക. ഒന്നും ഇല്ലെങ്കിൽ നല്ലപോലെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു പറയുമോ? നമ്മൾ അന്നേരം ഓർക്കും, നമ്മൾ ഇറച്ചി കഴിക്കുന്നുണ്ട് അതിൻ്റെ രുചി ഓർക്കും, മീനുണ്ട് രുചി ഓർക്കും, ഇതൊന്നും വേണ്ട ഇച്ചിരി കഞ്ഞിയും അച്ചാറോടെ കഴിക്കുന്ന രുചി ഓർക്കും. ഇതൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാൻ, ഇതൊന്നും വേണ്ടെന്ന് ഈശോ പറഞ്ഞാലേ നമ്മളങ്ങനെ സമ്മതിക്കത്തില്ല. അത് കഴിക്കാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഊർജവും ശക്തിയൊക്കെ തരാന്ന് പറഞ്ഞാലും അല്ലേ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലേ. നമ്മൾ ഇത് കഴിക്കാനുള്ള പുള്ളിക്കാരനെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ വേണ്ടി പുള്ളി ചെയ്യില്ലല്ലോ. അത് ഈശോ നേരിട്ട് പറഞ്ഞു. നമ്മളിങ്ങനെ ഇതിനകത്തോടൊക്കെ ഉള്ളൊരു കൊതി കിടക്കുക നമുക്ക്. മാലാഖമാർ ഇതൊന്നും ഇല്ലാതെയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ അന്നേരം ബ്രദറെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഇങ്ങനെ മാനസികമായിട്ട് ചിന്തിക്കുമ്പോഴേ, ഇപ്പൊ ഞാൻ ഈ ഭക്ഷണമല്ല ഉപേക്ഷിച്ച് കഴിക്കോ, ഇനി ഒന്നും കഴിക്കുന്നില്ല, ഞാൻ വളരെ ലളിതമായിട്ട് കഴിക്കുന്നതെന്ന് കഴിക്കോ. അന്നേരം ഇപ്പൊ എന്റെ സുഹൃത്തുക്കള്, അടുത്ത സുഹൃത്തുക്കള് നമ്മള് എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാം ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരെന്ന് കഴിക്കും. അപ്പൊ ഇവരാണെങ്കിൽ എല്ലാവരോടും ഒരു ഭയങ്കര ഒരു വലിയ എല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കാൻ കയറുന്നു. അന്നേരം അപ്പൊ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പം എന്താ പറയാ, അന്നേരം അവരെല്ലാരും കഴിക്കുമ്പം ഞാൻ ഇങ്ങനെ വേറൊരു സാധനം തന്നെ ഇങ്ങനെ എന്താ പറയാ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം അവർക്കൊരു വിഷമം വരത്തില്ലേ? നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി കഴിക്കുന്നത്. അങ്ങനത്തെ കൂട്ടുകാരെ ഉപേക്ഷിക്കും അന്നേരം. അങ്ങനത്തെ കൂട്ടുകാരും കാണത്തില്ല നമ്മൾക്ക്. ഈ ഇപ്പൊ നമുക്ക് നടത്തുന്ന സപ്പോസിഷൻ ഒന്നും അന്നേരം കാണത്തില്ല ഇപ്പോഴേ. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നോണ്ട് ഇതൊക്കെ പ്രശ്നം പറ്റുന്നേ. നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ ആലോചിക്കുന്നില്ലേ? ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലേ അങ്ങനെ. എല്ലാ കാലത്തും ഇവരെല്ലാം അങ്ങനെയല്ലേ ജീവിച്ചു പോയത്? വിശുദ്ധരെല്ലാവേ ജീവിച്ചു പോയത് നമ്മളുടെ മാനദണ്ഡം അനുസരിച്ചല്ലല്ലോ. രക്തസാക്ഷികൾ ജീവിച്ചതും ആദിമസഭയിലൊക്കെ എത്രയോ രക്തസാക്ഷികൾ അവരോരോ നിമിഷവും ജീവിച്ചത് മരണത്തിന്റെ നിഴലിലല്ലേ. എന്നിട്ടും അവർ ജീവിച്ചില്ലേ? നമ്മള് മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കണം, മറ്റുള്ളവരെ നമ്മളിതിൽ നല്ലത് പറയാനുള്ള സാധനം കിടക്കുന്നു. അത് നമ്മളിൽ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ മാഞ്ഞു പോക്കോളൂ ഈശോയോടുള്ള സ്നേഹം വന്നു കഴിയുമ്പോഴേ. നമ്മുടെ സ്നേഹം തന്നെ ഒരു വിശുദ്ധ സ്നേഹമായി മാറിക്കോളുവേ. അന്നേരം നമ്മൾ ചിന്തിക്കുന്ന എല്ലാം മാറിയിട്ട് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് വരാൻ തുടങ്ങുവേ. മദ്രസയുടെ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ടേ. മദ്രസ എന്നോ ഒരു പ്രാവശ്യം ഇങ്ങനെ വിമാനത്തെ യാത്ര ചെയ്യുമ്പോഴേ മദറിന് വിമാനത്തെ ഭക്ഷണം കിട്ടുമല്ലോ. അപ്പോൾ ആ ഭക്ഷണം മദർ ഇത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുക അല്ല അതിൻ്റെ അങ്ങനെ ഏതാണ്ടൊരു കാര്യം മദർ പറഞ്ഞതനുസരിച്ച് അവസാനം അതിൻ്റെ ഇച്ചിരി കൂടെ സ്റ്റെപ്പായിട്ടുണ്ട്, അത് ഞാൻ മറന്നുപോയി. അവസാനം വന്നപ്പോൾ വിമാനത്തിലുള്ളവരെല്ലാം അങ്ങനെ ഉപേക്ഷിച്ചു ഭക്ഷണമേ. ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഏതാണ്ട് ഒരു വലിയ തുക അങ്ങനെ പാവപ്പെട്ടവർക്ക്, അത് എനിക്ക് തോന്നുന്നു മദറിന് തന്നെ അത് അവർ കൊടുത്തെന്ന് തോന്നുന്നു. അതിൻ്റെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കൃത്യം ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുത്താൽ അത് ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ആകും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മദർ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടപ്പോഴത്തേനും എല്ലാവരും ഫാസ്റ്റ് ചെയ്തിട്ട് ആ പൈസ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് മദർക്ക്
വിമാന കമ്പനിക്കാരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവര് ക്യാൻസൽ ചെയ്ത ഫുഡ് പിന്നെ സെർവ് ചെയ്യുമോന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു ഇല്ല, അത് ഞങ്ങൾക്ക് വേസ്റ്റ്, അത് ഞങ്ങൾ പിന്നെ ഉപയോഗിക്കാം, എന്നാൽ അതും കൂടെ തരാമെന്ന് ചോദിച്ചു. അത് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ പൈസയും കിട്ടി, ആ ഫുഡും കിട്ടി. അത് അവർക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനും നല്ലവരുണ്ട്. അതിന്റെ വലിയ സംഭവം അത് കേട്ടോ. ഇങ്ങനത്തെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല നമ്മളൊരു പുണ്യ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ പിന്നെ അന്നേരം മാറും. പിന്നെ നമ്മളല്ല ജീവിക്കുന്നത്, ഈശോ അല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ഫിക്ഷൻ പോലെ നമ്മുടെ ഇമാജിനേഷൻ ആണേ. നമ്മുടെ ആ ഒരു ഈശോയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും അല്ലേ? ഇപ്പൊ മനസ്സിലെല്ലാം ഇങ്ങനെ കുറെ കൺസെപ്റ്റുകൾ. അത് നമ്മൾ ആ ഭാവനകളെല്ലാം ഉപേക്ഷിക്കണം നമ്മളെ. നമ്മൾ ഈ ഭാവനയിൽപ്പെട്ടാണ് ഈ നോഹയെ ശിക്ഷിച്ചത് പോലും അങ്ങനെയാ ആ വചനം പറയുന്നത്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാവനകൾ കണ്ടിന്യൂലി ഈവിളാണ്. ഭാവനയാ പറഞ്ഞിരിക്കുന്നത്, ഇമാജിനേഷനെ കണ്ടിന്യൂലി ഈവിളാണ്. അതുകൊണ്ടാണ് ദൈവം ഈ നോഹയെ, ഇന്നത്തെ വായന ഏതായിരുന്നല്ലോ, ഇന്നല്ലേ ഞായറാഴ്ചയാണോ? ഇന്നത്തെ വായന നോഹയുടെ അല്ലായിരുന്നു, പേടകത്തിൽ കയറുന്നത് ഒന്നാം വായന. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ഇമാജിനേഷൻ കണ്ടിന്യൂലി ഈവിളാ. അങ്ങനെ ആ ഒരു പ്രശ്നമാണ് നമുക്ക് കിടക്കുന്നത്. അപ്പൊ അത് നമ്മളെ ഒരു തരവേ അൺസർട്ടനിറ്റിയിലേക്ക് ഈ ഭാവന നയിക്കത്തുള്ളൂ. അങ്ങനെ ഈ മെമ്മറി എന്തോ അല്ല, മെമ്മറിയിൽ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുവാണേ. ഒന്നും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഓർമ്മകളും കിടക്കുന്നത്. നമ്മുടെ ഒരു പഴയ മനുഷ്യന്റെ ഒരു ഹോപ്പില്ലാത്ത ഓർമ്മ പോയല്ലോ, ഓർമ്മയിലേക്ക് പോയിട്ട് പോലും അങ്ങനെയാണല്ലോ. ഫ്യൂച്ചറിലേക്കുള്ള ഭാവന അങ്ങനെയാണ് കിടക്കുന്നത്. ഈ ഭാവനയുടെ ഈ ഓർമ്മയുടെ ഒക്കെ സ്ഥാനത്താണ് നമുക്ക് വിശ്വാസവും പ്രതീക്ഷയും കൊണ്ടുവരേണ്ടതേ. പ്രത്യാശയ്ക്ക് ദൈവത്തിന്റെ ഇതിലല്ലേ ഉള്ളൂ. അപ്പൊ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനകത്തെല്ലാം ഈ ദൈവം വെച്ച ഒരു പരിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം മാറുവേ. അല്ലാത്തപ്പോ ഭാവന അങ്ങ് പോകുമല്ലേ. നമ്മൾ നല്ലൊരു നോക്കി അറിയാം, ഭയങ്കരമായിട്ട് ഭാവന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ മോശം ഭാവിക്കുന്നത് പോലും ഭാവനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിശ്വാസത്തിനെതിരായിട്ടുള്ള അല്ല പ്രത്യാശയ്ക്കെതിരായിട്ടുള്ള ഒരു പോക്കാ പോകുന്നതേ. അത് ചെയ്ത് നല്ലപോലെ ധ്യാനിക്കുമ്പോൾ കിട്ടും. അത് നമ്മളിലെ പ്രോസസ്സിനെ അനലൈസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചാലും ശരിക്കും ഞാൻ സ്നേഹിക്കുന്നില്ലല്ലോ അല്ലേ? വചനം പാലിക്കുമ്പോൾ സ്നേഹിക്കാൻ തുടങ്ങും. ഓരോ വചനവും പാലിക്കുമ്പോഴേ നമ്മൾ സ്നേഹിക്കുന്നുണ്ടേ, നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. തീർത്തും പറയാൻ പറ്റത്തില്ല. എന്തോ ഇല്ലെന്ന് പറയത്തില്ല. ഇതിപ്പോ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നതും എല്ലാം സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ. അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നാൽ മതി. നമ്മളെല്ലാം കൊണ്ടും ഒരു നല്ല അവസ്ഥയിലാണ്. ഈശോയുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. നമുക്ക് ഉദാശകളെല്ലാം കിട്ടിയിരിക്കുന്നു. നമ്മളങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയിൽ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നമ്മളെ ഒരു ഇതിലാണ്. അല്ല, നമ്മൾ ആദ്യം തൊട്ട് ബിഗിൻ ചെയ്യേണ്ട ആവശ്യങ്ങളിലൊന്നും അല്ലേ. നമ്മൾ പൂർത്തിയാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയാൽ മതി. അല്ലാതെ ഒന്നും അല്ലെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ മദർ തെരേസയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിശുദ്ധയാണ് അറിയപ്പെട്ട ആളല്ലേ? അപ്പൊ അന്നേരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മദർ തെരേസ കേൾക്കുമല്ലോ. മദർ തെരേസയൊക്കെ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തകളൊക്കെ ഉണ്ടാക്കാണല്ലേ. നമ്മുടെ വിശുദ്ധിയെ പറ്റി ഇപ്പം എന്താ പറയാ, ആശിഷ് കുഞ്ഞാളുടെ കാര്യമാണോ ഇങ്ങനെ വളരെ പറഞ്ഞില്ലായിരുന്നോ? ഇങ്ങനെ അത് പാതിരിപ്പയുടെ കാര്യമാണോ? ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴും ഈ തെരേസയെ പറ്റി ഉറപ്പില്ലായിരുന്നു പറഞ്ഞില്ലേ? അല്ലേ? അപ്പൊ അതുപോലെ ഇപ്പം മദർ തെരേസ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മദർ തെരേസ പറ്റി ഒരാളിങ്ങനെ വിശുദ്ധ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലോകം പറയുമ്പം, അതായത് മറ്റുള്ളവർ ചുറ്റുമുള്ളവരെ നമ്മൾ തന്നെ വിശുദ്ധരാരും തങ്ങളെ തന്നെ വിശുദ്ധരെന്ന് അങ്ങനെ വിളിക്കുന്നില്ല, നമുക്ക് സ്വയം പ്രഖ്യാപിക്കത്തില്ല, പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ബാക്കിയുള്ളവർ നമ്മളോട് അങ്ങനെ ഇങ്ങനെ പറയുമ്പം അത് പറയുമ്പം എന്താ പറയാ, നമ്മളങ്ങനെ ചിന്തിക്കല, അതൊന്നും ദൈവം പറഞ്ഞിരിക്കുന്ന നോക്കിയേ നമുക്കത് അങ്ങോട്ട് ശ്രദ്ധ പോകത്തില്ല. നമുക്ക് ശ്രദ്ധ പോവുകയല്ല അന്നേരമേ. നമ്മളന്നേരം ഇതൊന്നും നമ്മളെ അങ്ങ് ബാധിക്കത്തില്ലേ.
നമ്മൾ ഈശോയെ നമുക്ക് ഈ ഭൂമിയിലെ അല്ലെ നമുക്ക് കിട്ടുന്ന ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ഈശോയെ നമ്മളെ ഇത്രയും സ്നേഹിച്ച് ഈശോയെ സ്നേഹിക്കുന്ന നമ്മുടെ പിന്നത്തെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എല്ലാം വിഷയമേ. അത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അത് നോക്കുമ്പോൾ ബാക്കിയെല്ലാം പൂർത്തീകരിച്ചോളും. അങ്ങനെ അത് വചനം പാലിച്ച് നമ്മൾ ചെയ്യണ്ടേ. അത് നമുക്കിപ്പം വചനത്തിൽ സുവിശേഷം നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്. അതെടുത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയാ പാലിക്കേണ്ടത് നമുക്ക് കിട്ടുമല്ലോ. അതങ്ങ് പാലിച്ചാൽ മതി. എന്നാലേ വേറെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഒത്തിരി കാര്യമില്ല. ഇപ്പം നമ്മളൊരു വണ്ടിയെ പോവുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലേ നമ്മുടെ ഫ്രണ്ട് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇപ്പം പുറകിൽ എന്തേരം വണ്ടി വന്നിട്ട് കാണും, അങ്ങനെയൊന്നും നോക്കണ്ടല്ലോ. സൈഡിൽ കൂടെ പോകുന്ന അപ്പുറത്തെ റോട്ടിൽ കൂടെ പോകുന്ന ഒന്നും പ്രശ്നമാക്കണ്ടല്ലോ. നമ്മുടെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തർക്കും വണ്ടി ഓരോ പ്രാവശ്യമേ നമ്മുടെ സ്ഥലത്ത് എത്തിക്കാൻ പറ്റുന്നേ. അല്ല ഒരുത്തിരി ആകുലപ്പെടും ഇതെന്തേ അങ്ങനെ പോയാൽ എന്നാ ചെയ്യും. എന്ത് വണ്ടിയാ പോകുന്നത്, ഇതെല്ലാം നന്നായിട്ട് പോവോ, നമുക്ക് പോകാനുള്ള ഒരു ഇട കിട്ടുമോ അതിന്റെ ഇടയ്ക്ക് കൂടെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അറിയാതെ ഓരോ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് പോവുകയെ വേണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നു പലപ്പോഴും. ഈശോപ്പാ, സമയ സഹോദരി എവിടം വരെയായി? $8:50. നമുക്ക് പോകാൻ ചിന്തിച്ചാലോ?